ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ട് നടന്നു വന്ന സുവിശേഷ പ്രഭാഷണത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകളും വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുടെ വിശദീകരണങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമായി. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് ബൈബിളിൻ്റെ ഏതൊരു ഭാഗവും എടുത്ത് വിശദീകരണത്തിന് വേണ്ടി വിധേയപ്പെടുത്തിയാലും അത് വായിച്ച ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ച ആ ദിവസത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ വിശദീകരണങ്ങൾ കൊണ്ടോ തീരുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആശയങ്ങളുടെ ഒരു കലവറയാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യനെ ആവിഷ്കാരങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തനാക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. വിചാര വിപ്ലവങ്ങളിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ വഴിതിരിച്ച് വിടുവാൻ കഴിഞ്ഞുപോയ 2023 വർഷമായി ഈ ഭൂമിയിൽ സമസ്ത മനുഷ്യർക്കിടയിലും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അതുല്യമായിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് അതൊരു മതഗ്രന്ഥമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. വിശുദ്ധ ബൈബിൾ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള വിശദീകരണമല്ല. വിശുദ്ധ ബൈബിൾ തത്വജ്ഞാനികളുടെ ഈറ്റിലുമായിരിക്കുന്ന ഗ്രീസിലെ അഥേനയിൽ പിറന്നു വീണ സോക്രട്ടീസ് എന്ന് പറഞ്ഞ തത്വജ്ഞാനത്തിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്ന മനുഷ്യനിൽ പോലെയുള്ള ആളുകളുടെ ചിന്താധാരയിൽ ഉരുത്തിരിഞ്ഞതായിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ളതായ വിശദീകരണമല്ല വിശുദ്ധ ബൈബിൾ. സമൂഹത്തിൽ വിവിധ നിലവാരങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന, ഒന്നുകൂടി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ മുതൽ സമൂഹത്തിലെ ഏറ്റവും കുലമഹിമയുള്ളതായ ആളുകൾ വരെ ഏറ്റു നിൽക്കുന്ന ഒരു നീണ്ട പട്ടിക വിശുദ്ധ ബൈബിളിൻ്റെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യനെന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ്റെ ആധ്യാത്മികവും ധാർമ്മികവും സാമൂഹികവും രാഷ്ട്രീയപരമായിരിക്കുന്ന ജീവിതത്തിനെ വിലയിരുത്തി അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതക്കയത്തിൽ നിന്നും അവനെ രക്ഷിക്കേണ്ടതിനായി അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നവുമാകട്ടെ അതിന് പരിഹാരമുണ്ട് എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വിശദീകരണമായി ഈ ബൈബിൾ സർവശക്തനായിരിക്കുന്ന ദൈവം ലോകത്തിന് വിഭാവനം ചെയ്തിരിക്കുകയാണ്. മുക്കുവാന്മാർ തുടങ്ങി രാജാക്കന്മാർ വരെ എഴുതിയ ഈ ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവായി നിലനിൽക്കുന്നത് ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഞങ്ങളുടെ പാട്ടിൻ്റെ മുഖ്യ വ്യക്തിയായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യാത്മാവിനാൽ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ വ്യക്തികളിൽ കൂടെ രചിക്കപ്പെട്ട ഈ വിശുദ്ധ ബൈബിൾ ലോകത്തിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന വിപ്ലവങ്ങൾ പോലെ മറ്റൊരു പുസ്തകവും ആശയങ്ങളും ഇന്നയോളം ഒരു വിപ്ലവങ്ങളും ആവിഷ്കാര പദ്ധതികളും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു ചരിത്ര വസ്തുതയാണ്. എന്നെ പോലെയുള്ള ശ്രീ ജയൻ അവറുകളെ പോലെയുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ബൈബിളിൻ്റെ വക്താക്കളായി തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുപോലെ ചെറുതും വലുതുമായിരിക്കുന്ന സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അതിന് നേതൃത്വം കൊടുത്ത് അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ കാരണമായി തീർന്നത് വിശുദ്ധ ബൈബിൾ ഒരു മാനുഷിക രചനയ്ക്ക് വിധേയപ്പെട്ടതായിരിക്കുന്ന ഒരു പുസ്തകമല്ലാതിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾ അനുഭവിച്ചു വന്നതായിരിക്കുന്ന ദുരിതങ്ങൾ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വേദനാജനകമായ ഭയവിഹുലതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെ കടന്നുപോയപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വൈദ്യശാസ്ത്രത്തിനോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ പണത്തിനോ മറ്റ് സ്വാധീനങ്ങൾക്കോ കഴിയാതെ അവർ കൈമലർത്തി കാണിച്ചപ്പോൾ മുമ്പോട്ട് ഇനിയും ഒരു ജീവിതമുണ്ട് എന്ന് ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ട് ആ ജീവിതത്തിൻ്റെ പുതിയ പുലരിയിലേക്ക് ചുവടുകൾ വെക്കത്തക്ക നിലകളിൽ
ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ വിശ്വാസ സത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിപ്പിക്കലിനെ കുറിച്ചും താൻ വിഭാവനം ചെയ്തതായ ദൈവരാജ്യത്തെക്കുറിച്ചും മനുഷ്യർക്കിടയിൽ നടപ്പായി വന്നിരുന്ന പാപമെന്ന് പറയുന്ന കറുത്ത വ്യവസ്ഥകൾക്കെതിരെ താൻ നടത്തിയ ഏക പരിഹാരം എന്ന നിലയിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയുടെ ആ യാഗമരണങ്ങളും മരണത്തിനപ്പുറം മറ്റൊരു ജീവിതം മനുഷ്യനുണ്ട് എന്നുള്ളതിന് തെളിവിന് വേണ്ടി മരണത്തിന്റെ കരാളഹസ്തങ്ങളെ അറുത്തുമാറ്റിക്കൊണ്ട് ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിൻ്റെ അവിടെയും തീരാതെ കേവലം 33.5 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷം മാത്രം സാമൂഹിക ഇടപെടലുകൾ നടത്തി ലോകത്തെ മുഴുവൻ ആത്മീയ നവോത്ഥാനങ്ങൾ കൊണ്ട് ഉഴുതുമറിച്ചതായിരിക്കുന്ന യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയെ ഭരിപ്പാൻ ഈ ഭൂമിയിൽ വരുന്നു എന്നുള്ളതിൻ്റെയും ഒക്കെ ഒരു വിശദീകരണമായി ഈ വിശുദ്ധ ബൈബിൾ ഇന്നും വെന്നിക്കൊടി പാറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. മറ്റേതൊരു പ്രത്യയശാസ്ത്രത്തെ കഴിഞ്ഞപ്പുറമായി, മറ്റേതൊരു ആശയങ്ങളുടെ വിളംബരത്തെ കഴിഞ്ഞപ്പുറമായി ഈ ബൈബിളിന്റെ വക്താക്കളായി ഞങ്ങൾക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ലഭിക്കപ്പെട്ട ഈ സുവർണ നിമിഷത്തെ ജീവിതത്തിലെ സുഹൃതമായി എണ്ണിക്കൊണ്ട് അവിടുത്തെ പരിപാവനമായിരിക്കുന്ന പാദപീഠത്തിൽ എല്ലാ ആരാധനയും അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ളതായ ബൈബിൾ പ്രഭാഷണ ചിന്തകളിലേക്ക് നിങ്ങളെ സുസ്വാഗതം ചെയ്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. ദയവായി ഒരാൾക്ക് ആ മൈക്കിൽ കൂടെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. എനിക്കൊരു പ്രത്യേക സമയം ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് അധികം ദൂരം യാത്ര ചെയ്യാനുള്ള ഒരാളാണ് ഞാൻ. 7 മണിക്കൂറിലധികം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിലെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞുപരി ധൃതി എനിക്കുള്ളത് കൊണ്ട് ഒരുപാട് സമയങ്ങൾ ഈ പ്രസംഗത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ആവശ്യമായിരിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായു എന്ന് എനിക്ക് ബോധം വന്നാൽ ആ സമയത്തെ എൻ്റെ പ്രഭാഷണം വൈൻഡപ്പ് ചെയ്ത് ഈ യോഗ നടപടികളിലൂടെ അവസാനിപ്പിക്കുന്നതായി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്താധാരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബൈബിൾ 2 ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തെ ഭാഗത്തിന് പഴയ നിയമമെന്ന് വിളിക്കുന്നു. പഴയ നിയമം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗം ഉൽപ്പത്തി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ആരംഭിച്ച് മാലാഖി എന്ന് പറയുന്നതായ ഒരു പ്രവാചകന്റെ പ്രവചന വിശദീകരണത്തോടു കൂടി അവസാനിക്കുന്നു. ആ ഭാഗത്തിന് പഴയ നിയമമെന്നാണ് പേർ വിളിക്കുന്നത്. പഴയ നിയമം എന്ന് പേർ വിളിക്കുന്ന ബൈബിളിന്റെ പ്രഥമ ഭാഗമായിരിക്കുന്ന ആ പുസ്തക ക്രോഡീകരണത്തിന് അതിന് പിന്നിൽ ആ രചനയ്ക്ക് കാരണമായി തീർന്ന സംഗതികളെ കുറിച്ചൊക്കെ ഇന്ന് രാത്രിയിൽ ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ റീക്രിയേഷനെ കുറിച്ച്, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മതങ്ങളുടെ ആവിർഭാവങ്ങളെക്കുറിച്ച്, സാമ്രാജ്യത്വ വ്യവസ്ഥകളുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, കലകളെക്കുറിച്ച്, കായിക മേഖലകളെക്കുറിച്ച്, സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ച്, രാജാക്കന്മാരെക്കുറിച്ച്, അങ്ങനെ തുടങ്ങുന്ന നിരവധി കാര്യങ്ങളുടെ വിശദീകരണം, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രഥമ ഭാഗമായിരിക്കുന്ന പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ വിശദീകരണത്തിന് സംഭവ വികാസങ്ങൾക്ക് ശേഷമായി ബൈബിൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ബൈബിൾ കൂടുതൽ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിൽ ഇടപെടാതെ സകലത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം കുറച്ച് കാലഘട്ടത്തിലേക്ക് സൈലന്റ് ആയിട്ടിരിക്കുന്നതായ ചരിത്രത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിന് ഇരുണ്ട കാലഘട്ടമെന്നാണ് വിളിക്കുന്നത്. അന്ന് ഇവിടെ മതങ്ങളുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്,
തത്വസംഹിതകളുണ്ട്. ഒരു നവലോകത്തെ പ്രതീക്ഷിച്ചുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, വിപ്ലവകരമായിരിക്കുന്ന സാമൂഹിക മാറ്റങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സർവശക്തനായ ദൈവം ഭൂമിയോട് അധികം ഇടപെടാതെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും തെറ്റായിരിക്കുന്ന അവസ്ഥകൾ പുനർജനിക്കപ്പെടുന്ന ആ സമയത്തും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ മനുഷ്യജാതികൾക്കിടയിൽ നടപ്പാക്കാതെ ഒരു 400 വർഷത്തോളം ബൈബിളിൻ്റെ നിശബ്ദമായിരിക്കുന്ന കാലഘട്ടവുമായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ കാലഘട്ടത്തിൽ മതങ്ങളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹൂദ മതത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സമൂലമായിരിക്കുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പുസ്തകത്താൽ ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്ന് യഹൂദ മതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരിക്കുന്ന യെരുശലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മതത്തിനിടയിൽ സമൂലമായിരിക്കുന്ന ഒരു പരിവർത്തനം നടക്കുന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ, സാധൂക്യർ, ഇങ്ങനെ തുടങ്ങുന്ന ചില മതമേലാളന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലഘട്ടമായി ആ ഇരുണ്ട കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം ചരിത്രം ഭൂമിക്ക്, ആളുകൾക്ക്, ജനസഹസ്രങ്ങൾക്ക്, ജനസമൂഹത്തിനിടയിൽ വഴിപിരിയുകയാണ്. ആ വഴിപിരിയുന്നതിന് കാരണമായി തീരുന്നത് 2 പ്രധാനപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളുടെ ജനനത്തോടു കൂടിയാണ്. അതിൽ ഒന്നാമത്തെ മനുഷ്യന്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നാണ്. യോഹന്നാൻ 30 വയസ്സ് വരെ ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ രാജകൊട്ടാരത്തിൽ നടക്കുന്നതായ ചില അനീതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ അയാൾ വിരൽ ചൂണ്ടിയതുകൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നുവെന്ന് ബൈബിൾ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ കൊലപാതകത്തിന് ശേഷം, മരണത്തിന് ശേഷം ആ മാർഗം ഇവിടെ അസ്തമിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്നതായ നാഴികയിലാണ് യോഹന്നനെ കഴിഞ്ഞ് പ്രബലനായിരിക്കുന്ന ഒരു വ്യക്തി സമൂഹങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു നവലോകത്തെ അവർക്ക് മുമ്പിൽ വിഭാവന ചെയ്തുകൊണ്ട് അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നതായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് എല്ലാ ജനങ്ങളോടും നോക്കിക്കൊണ്ട് വിപ്ലവകരമായിരിക്കുന്ന ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഉലകത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അത് മറ്റാരുമായിരുന്നില്ല, യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവിന്റെ പിറവിയോടുകൂടെ ലോക ചരിത്രം 2ാമത്തെ ഒരു രംഗവേദിയിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ലോക ചരിത്രത്തിന്റെ രാഷ്ട്രീയ സംഭവങ്ങളോ, സാമൂഹിക സംഭവങ്ങളോ, ശാസ്ത്ര സംഭവങ്ങളോ, സാമ്പത്തിക സംഭവങ്ങളോ ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നുള്ളതായ ഒരു അടിക്കുറിപ്പോടുകൂടിയാണ് ചരിത്രത്തിന്റെ വിശദീകരണങ്ങൾ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഉലകത്തിലുള്ളതായ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിന് ചില ഭാഗങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിളിന്റെ 2ാമത്തെ ഭാഗം. മത്തായി എന്ന് പറയുന്ന മനുഷ്യനിൽ കൂടെ രചിക്കപ്പെട്ട് യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യന് അന്നത്തെ രാഷ്ട്രീയ തടവുകാരെ നാടുകടത്തുന്ന ഈജിയൻ ദ്വീപിലെ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ആത്മവിവശതയിൽ ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറേനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആവിഷ്കാരത്തിൽ കൂടെ പുതിയ നിയമം എന്ന് പറയുന്നതായിരിക്കുന്ന പുസ്തകത്തിന്റെ രചനയും അവസാനിക്കുകയാണ്. മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ രചിച്ച മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് ഗ്രന്ഥം എന്ന് പറയുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഉണ്ടായിരിക്കുന്ന ആ വെളിപ്പാടിന്റെ വിശദീകരണം വരെ പുതിയ നിയമത്തിന് 27 പുസ്തകങ്ങളായിട്ട് ക്രോഡീകരിച്ചിരിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിന് 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ചേർത്ത് കൂട്ടി നോക്കുമ്പോൾ 66 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് ലഭിക്കപ്പെടുന്നു. 66 പുസ്തകങ്ങളുടെ ക്രോഡീകരണമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ഈ ബൈബിളിന്റെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ആ കഥാപാത്രം മറ്റവതാര പുരുഷന്മാരെ പോലെ ഒരു മിത്തല്ല. ഒരു നാടകരചിതാവ് ഒരു നാടകം രചിക്കുന്നത് പോലെ ഭാവനയിൽ നിന്നും തെരഞ്ഞെടുത്ത് സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. മറിച്ച് ഈ സമകാലിക ജീവിതത്തിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ 2023 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ശ്രദ്ധാകേന്ദ്രവും മധ്യസ്ഥാനമായിരിക്കുന്ന പാലസ്തീൻ എന്ന് പറയുന്ന പുണ്യമണ്ണിൽ ഒരു കൊച്ചു ഗ്രാമമായ ബത്ലഹേമിൽ ജനിച്ച് നസറേത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രാമത്തിൽ ജീവിച്ച്
ഗോൽഗോഥ എന്ന് പറയുന്നതായിരിക്കുന്ന മലമുകളിൽ മരിച്ച് അരിമത്തക്കാരനായിരിക്കുന്ന ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം ദിവസം ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഒരു ചരിത്ര വസ്തുതയാണ് എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിന്റെ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന അവതാരം എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? എവിടെ നിന്നാണ് അവൻ അവതരിച്ചത്? എന്തായിരുന്നു തന്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ കൊടുത്തതായിരിക്കുന്ന സംഭാവനകൾ? യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം എന്താണ്? ഈ ദൈവരാജ്യത്തിൽ കൂടെ എന്താണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്? ഈ ദൈവരാജ്യത്തിലേക്ക് എന്തിനാണ് നാം പ്രവേശിക്കപ്പെടേണ്ടത്? ഇത്യാദിയുള്ളതായിരിക്കുന്ന വിശദീകരണത്തിന്റെ ബാക്കി ഭാഗങ്ങളും ഈ 27 പുസ്തകമായിരിക്കുന്ന പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പുതിയ നിയമത്തിന്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റിന്റെ 4ാമത്തെ ഭാഗത്തിലെ ഒരു അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് രാത്രിയിൽ പ്രഭാഷണത്തിന് വേണ്ടി ഒരു സൂക്തം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടർത്തിയെടുത്ത് വായിപ്പിക്കുവാൻ ഇടയായത്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന ആ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് പറയുന്ന 3 വ്യക്തികളും യേശു ക്രിസ്തുവിന്റെ ജനന, ജീവിത, മരണക്ക പുനരുദ്ധാനത്തിന്റെ ചെറു വിശദീകരണം നടത്തിയതുപോലെ തന്നെ താൻ കണ്ടതും കേട്ടതും തൊട്ടതുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും ക്രോഡീകരിച്ചുകൊണ്ട് യേശുവിന്റെ 3.5 വർഷത്തെ സാമൂഹികമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി താൻ നടത്തിയതായിരിക്കുന്ന സുപ്രധാനമായിരിക്കുന്ന 12 ദിവസത്തിന്റെ വിശദീകരണങ്ങൾ യോഹന്നാൻ തന്റെ രചനയിൽ കൂടെ സുവിശേഷം എന്ന് പറയുന്ന പേരിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യോഹന്നാനെ സംബന്ധിച്ച് യേശുവുമായിട്ടുള്ള ബന്ധം ഒരു നിസ്സാര ബന്ധമല്ല. യേശുവിന്റെ അമ്മ മറിയം, അവളുടെ ഇളയ സഹോദരിയായിരിക്കുന്ന ശലോമി, ആ ശലോമിയുടെ 2ാമത്തെ മകനാണ് യോഹന്നാൻ എന്ന് പറയുന്നതായ ആ ചരിത്ര മനുഷ്യൻ. യേശു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ പ്രായം കൊണ്ട് വളരെ മൈനറായിരുന്ന ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കുകയും യേശുവിനെ ഗുരുവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. പന്തി ഭോജനം അടക്കമുള്ളതായിരിക്കുന്ന പല സമ്മേളനങ്ങളിലും യേശുവും ശിഷ്യന്മാരും പങ്കെടുക്കുമ്പോഴും യേശുവിൻ്റെ ഇടത്തോ വലത്തോ ഒക്കെയായി ഇരിക്കുവാനായിട്ടുള്ള വ്യഗ്രത ഈ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും തൻ്റെ അരിമയായിരിക്കുന്ന കരതലത്തിന്റെ ചൂടും അനുഭവിപ്പാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടായി. യേശു ക്രിസ്തു തന്റെ ദൗത്യത്തിന് ശേഷം ഭൂമിയിൽ ദൈവരാജ്യത്തിന് വിളംബരം ചെയ്യുവാൻ തെരഞ്ഞെടുത്തതായിരിക്കുന്ന ശിശുവൃന്ദത്തിലെ 12 ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ജീവചര്യതകളിലേക്ക് ഏർപ്പെടുകയും ബാക്കി 11 പേരും മരണപ്പെട്ട് കാലയവനികൾക്കുള്ളിൽ മറയപ്പെട്ട ഒരു ഓർമ്മ ചിത്രമായി തീർന്നിട്ടും ഒരുപാട് കാലഘട്ടം ദീർഘായുസ്സോടു കൂടി ഭൂമിയിൽ ജീവിക്കുവാനും സുവിശേഷം എന്ന് പറയുന്ന രചനയും ലേഖനങ്ങൾ എന്ന് പറയുന്നതായിരിക്കുന്ന രചനകളും പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് രചിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കപ്പെട്ട ഈ മനുഷ്യൻ പിന്നീട് എഫെസോസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സമകാലിക ലോകത്തിലെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിലെ 7 സഭകളുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകനായിട്ട് ഇരിപ്പാനും അവന് ഭാഗ്യം ലഭിക്കപ്പെട്ടു. അന്ന് ലോകത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻ സാമ്രാജ്യമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് അധിപനായിരിക്കുന്ന ഡൊമേഷ്യൻ ചക്രവർത്തി കിരാതമായിരിക്കുന്ന ഭരണവ്യവസ്ഥകൾ അഴിച്ചുവിട്ട് താനാണ് ദൈവം എന്ന് പറയുന്നതായിരിക്കുന്ന അവസ്ഥകളിലേക്ക് ജനത്തെ കൊണ്ടുവന്ന് ദൈവങ്ങൾക്കും ആശയങ്ങൾക്കും തത്വജ്ഞാനങ്ങൾക്കും ഒട്ടും കുറവില്ലാതിരുന്ന ഗ്രീസിന്റെയും റോമന്റെയും സംസ്കാരത്തിന്റെ അധീനതയിൽ നിന്നുകൊണ്ട്, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അയാളും ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമാണ് എന്ന് ജനത്തിന് മുമ്പിൽ വിളംബരം ചെയ്യിച്ച് അയാളെ കുമ്പിട്ട് ആരാധിപ്പാനുള്ളതായിരിക്കുന്ന രാജകൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ നെഞ്ചിൻ നെറ്റിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവല്ലാതെ മറ്റൊരു കർത്താവിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് സധൈര്യം ആ ചക്രവർത്തി പദത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിമിത്തം ഒരു രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ മുദ്ര കുത്തിക്കൊണ്ട് യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തിയപ്പോൾ അവർ ചിന്തിച്ചു, ഈ ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് യോഹന്നാൻ ശ്രാപകനെ കൊന്നതുപോലെ യോഹന്നാനെ നാട് കടത്തിയാൽ ക്രൈസ്തവ മാർഗം മുഴുവൻ മുച്ചോടെ മുടിഞ്ഞു പോകുമെന്ന്. 2 കണ്ണും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി ഈ മനുഷ്യനെ ഈജിയൻ ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ഈജിയൻ ദ്വീപിന്റെ ഏകാന്തതയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവനായി, സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞവനായി, കല്ലോല ജാനങ്ങളാൽ നിമിണികരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ സർപ്പങ്ങൾ പണം വിടർത്തിയാടുന്നതായിരിക്കുന്ന ആ ഭൂപ്രദേശത്തിൽ മനുഷ്യന്റെ ചീഞ്ഞഴുകിയ ശവശരീരങ്ങൾ കൊത്തിപ്പറിക്കുവാൻ പാഞ്ഞെടുക്കുന്ന കഴുകന്മാരുടെ സീൽക്കാര ശബ്ദത്തിന്റെ മുമ്പിൽ ഭയവിഹുലനായി
ഒരു വല്ലാത്ത ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു കറുത്ത ദിവസത്തിൽ താൻ ആത്മാവിൽ വിവിശനായി യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തിയെ വീണ്ടും താൻ ദർശനത്തിൽ കൂടി ആസ്വദിക്കുന്നത്. ആ ദർശനം തന്റെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റം വരുത്തി. ആ മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ആ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ഒരു മനുഷ്യപുത്രനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മത്തായി യേശുവിനെ ഒരു രാജാവായും, മർക്കോസ് യേശു ക്രിസ്തുവിനെ ദാസനായും, ലൂക്കോസ് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അവതരിപ്പിക്കുമ്പോൾ മറ്റാർക്കും ഇല്ലാത്തതായിരിക്കുന്ന വീക്ഷണഗതിയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ പുത്രനായി അവതരിപ്പിച്ച് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് വേണ്ടി 21 അധ്യായത്തിന്റെ ഭൂരിഭാഗവും അധ്യായം അതിനായിട്ട് മാറ്റിവെച്ച് താൻ ഈ ഭാഗങ്ങൾ രചിക്കുമ്പോഴും താനാണ് ഈ രചന നടത്തിയത് എന്നൊരു പേര് പോലും അതിൽ ചേർക്കാതെ സവിനയനായി നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകനാണ് എന്ന് തെളിയിക്കുന്നതായ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായം വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ കൊണ്ട് നിബിഡമാണ്. 1, 2, 3, 4, 5 അധ്യായങ്ങൾ മാത്രം ഒന്ന് വിഭജിച്ച് പറഞ്ഞതിന് ശേഷം വായിച്ച വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഈ യോഹന്നാൻ രചിക്കുമ്പോൾ മറ്റു 3 രചയിതാക്കളും രേഖപ്പെടുത്തിയതായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും അദ്ദേഹം തന്റെ ഈ സുവിശേഷത്തെ രേഖപ്പെടുത്തുന്നില്ല. മറ്റു 3 പേർക്കും ഇല്ലാത്തതായിരിക്കുന്ന വീക്ഷണഗതിയായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശമരിയാക്കാരിയുടെ ജീവിതം, നിക്കോദെമോസിന്റെ ജീവിതം, ലാസറിന്റെ ഉയിർപ്പ്, ബേഥേസ്ദ കുളക്കരയിലെ രോഗിയുടെ അവസ്ഥ, അങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ ഈ യോഹന്നാൻ മാത്രം എടുത്തു കാണിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് താൻ മറ്റാരും രേഖപ്പെടുത്താത്തതായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്താൻ കാരണം? യേശുക്രിസ്തുവിന്റെ ജനനം താൻ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ മാത്രം താൻ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ ശരിയായിരിക്കുന്ന വിശദീകരണം, യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തതായിരിക്കുന്ന അന്ന് രാത്രി മുതൽ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് വരെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി താൻ കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? യേശുവിന്റെ ജനനമല്ല മനുഷ്യ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉപദേശ സംഹിതകളോ സാമൂഹിക ഇടപെടലുകളല്ലായിരുന്നു മനുഷ്യ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചത്. യോഹന്നാൻ മനസ്സിലാക്കിയെടുത്തോളം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ ആ മാർമിക വശങ്ങളെ മനസ്സിലാക്കിയ ആ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തുവാനായിട്ട് മുൻകൈയെടുക്കുകയാണ്. ഇതിന്റെ 1-ാം അധ്യായം യോഹന്നാൻ കൃത്യമായിരിക്കുന്ന ജ്ഞാനവാദത്തിനെതിരെ അന്ന് പ്രബലമായി നിന്നതായിരിക്കുന്ന ജ്ഞാനവാദങ്ങൾ, യഹൂദ മത ആചാരങ്ങൾ, ഈ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾക്കെതിരെ അണിനിരത്തുന്നതായിരിക്കുന്ന വ്യക്തതയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആരാണ് ആ വചനം? ഈ യോഹന്നാൻ തന്നെ കൃത്യമായി അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആ വചനം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അവൻ ആദി മുതലേ ഉണ്ടായിരുന്നവനാണ്. ആദി മുതൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരു മിത്തില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ തെളിയിക്കുകയാണ്. യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല എന്ന് തെളിയിക്കുകയാണ്. അവൻ ലോക സ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്നവനാണ്. യോഹന്നാൻ ശ്രാപകൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്നവനാണ്. അവൻ യഹൂദന്മാരുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് മുമ്പ് ഉണ്ടായിരുന്നവനാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയും അവന്റെ പ്രഭാവലയത്തിന്റെ കേന്ദ്രവുമായി യേശുക്രിസ്തുവിനെ ശ്ലീഹന്മാർ അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തു അനാദിയായി ശാശ്വതമായും മഹാദൈവമായിരുന്നവനാണ്. യേശുക്രിസ്തുവും അത് തന്നെ സ്ഥാപിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ഗതസമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: പിതാവേ, നീ തന്നിരിക്കുന്ന ദൗത്യം ഞാനിവിടെ നിവൃത്തീകരിച്ചിരിക്കുകയാണ്. ഇതാ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായി ഒന്നുപോലും എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അവയെല്ലാം കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പിതാവേ, ഞാനിതാ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിനക്ക് മുമ്പുണ്ടായിരുന്നതായിരിക്കുന്ന അതേ സ്ഥാനത്തേക്ക്, അതേ പദവിയിലേക്ക് എന്നെ വീണ്ടും ചേർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന യോഹന്നാൻ അവിടെ യേശുക്രിസ്തു ഗതസമന തോട്ടത്തിൽ നടത്തുന്നത് യോഹന്നാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഈ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയും യോഹന്നാന്റെ വിശദീകരണത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? മറ്റൊന്നുമില്ല, യേശുക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്.
അവൻ പൗരാണികനും പൂർണ്ണനും പുരാതനനുമായിരിക്കുന്ന ദൈവമാണ് എന്ന് യോഹന്നാൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. സ്നേഹിതരെ, ഇന്ന് രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു മാത്രം രക്ഷകനെന്ന് ഞങ്ങൾ വിളംബരം ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവൻ മഹാദൈവമായിരുന്നത് കൊണ്ടാണ്. അവനെ ആരും ദൈവമാക്കിയതല്ല, അവൻ ദൈവമായിരുന്നവനാണ്. ആ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു അറിയാമോ? മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് അവന് വിമോചനം പ്രാപിപ്പാൻ കഴിയാതെ മതാചാരങ്ങൾ, ആ മതങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ അവന് മുമ്പിൽ മരവിച്ചു പോയപ്പോൾ മനുഷ്യൻ പാപമെന്ന് പറയുന്ന കിരാതവസ്ഥകളിൽ നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനുള്ള എന്നേക്കുമുള്ള യാഗവ്യവസ്ഥകൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അവൻ സ്വയമായി ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായിട്ട് അവതരിക്കപ്പെടുകയായിരുന്നു. ആ അവതാരത്തെ കണ്ടുകൊണ്ട് യോഹന്നാൻ ശ്രാവകൻ യേശുവിനെ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യുകയാണ്. അതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യോഹന്നാൻ ഈ യേശുവിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇവിടുത്തെ മതവർഗങ്ങൾ, മതാചാരങ്ങൾ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി മുൻപോട്ട് വെച്ചിട്ടുള്ള നിരവധി ആശയങ്ങൾക്ക് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതോടുകൂടെ മതത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് മതത്തിൻ്റെതായിരിക്കുന്ന മരവിച്ച ആശയങ്ങൾക്കുള്ളിൽ മരിച്ചു കിടന്ന മനുഷ്യൻ ജീവിതത്തിന്റെ പുതിയ പുലരിലേക്ക് എത്തിയതെന്നുള്ളത് ഒരു ചരിത്രമാണ് എന്നതിന്റെ അടയാളമായി ഇന്ന് രാത്രി സജോ തോണിക്കുഴി എന്ന് പറയുന്ന ഞാൻ കൃത്യമായിട്ട് ദേശത്തോട് വിളിച്ചു പറയുന്നു, യേശുവിനല്ലാതെ നിന്റെ പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുകയില്ല. നീ അകപ്പെട്ട് കിടക്കുന്നതിന്റെ പ്രശ്നങ്ങളിൽ നിന്നും ആ മുൾപടർപ്പുകളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് അടിവരയിട്ട് ആണയിട്ട് അനുഭവത്തുന്ന അധികാരത്തോടെ അഭിഷേകത്തോടെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതനുഭവിച്ച പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ കരമുയർത്തി അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ഈ ദേശത്തിന് വിടുതലിനായി നമുക്ക് ദൈവത്തോട് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. യേശു ഒരു മിത്തല്ല, യേശു കേവലം ഒരു ആശയമല്ല, അവൻ പുരാതനനെ ദൈവമായിരുന്നവനാണ് എന്ന് യോഹന്നാൻ കൃത്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നുമുണ്ട്. അത് വിശ്വസിക്കുന്നതായിരിക്കുന്ന മന്ദബുദ്ധികളായ വിദ്യാർത്ഥികളും ഈ സമകാലിക പരിഷ്കൃത ലോകത്തിലുണ്ട് എന്ന് പറയുന്നത് എത്രയോ ലജ്ജാകരവും ഖേദകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടതും ഈ ലോകത്തെ അടക്കി വാഴുവാൻ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടതും പരിണാമ സിദ്ധാന്തത്തിൽ കൂടെ അല്ല എന്നുള്ളത് വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നാസ്തികരും യുക്തിവാദികളും ഒരുപോലെ അണിനിരന്നുകൊണ്ട് ഈ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവമില്ല എന്ന് വാദിച്ചാലും ഈ കാണുന്നതെല്ലാം ദൈവസൃഷ്ടിയല്ല, അത് ശാസ്ത്ര സംവിധാനത്തിന്റെ കുതിച്ചുചാട്ടമാണെന്ന് നിങ്ങൾ സമർത്ഥിച്ചാലും ഞങ്ങളുടെ അനുഭവം, ലോക ചരിത്രവും വിശുദ്ധ ബൈബിളും കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നു, ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ വചനത്താൽ ഉളവാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ പരിണാമ സിദ്ധാന്തത്തിനെതിരെയുള്ള ശക്തമായ ഒരു നിലപാടും യോഹന്നാൻ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അവൻ പറയുകയാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ നിമിത്തം ഉളവായി. അതിനെ യോജിച്ചുകൊണ്ട് പൗലോസ് ലീഗ ഏതാനും വർഷങ്ങൾക്ക് ശേഷം റോമാ ലേഖനത്തിൽ കൂടെ തന്റെ മുമ്പിലുള്ളതായ സമകാലികരോട് ഓർപ്പിച്ചുണർത്തുന്ന ഒരു ഭാഗമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം, സകലവും അവനിൽ നിന്നും അവങ്കിലേക്ക് തന്നെ മടങ്ങിച്ചേരുന്നുവല്ലോ. ഇന്ന് കാണുന്ന സമസ്ത കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിപ്പാണ് എന്ന് അവകാശപ്പെടുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിനെതിരെ യോഹന്നാൻ കൃത്യമായിരിക്കുന്ന ആശയങ്ങൾ മുൻപോട്ട് വെക്കുന്നു. ഗ്രീസിൽ ഉടലെടുത്തതായിരിക്കുന്ന ജ്ഞാനവാദികൾ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആശയങ്ങൾ അന്നത്തെ ശിക്ഷകങ്ങൾക്കിടയിൽ വിശ്വാസ സമൂഹത്തിനിടയിൽ പറഞ്ഞു പരത്തിയപ്പോൾ അല്ലവയല്ല, ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടും കൂടെയായിരുന്നു ഈ യോഹന്നാൻ ഈ രചന നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ 1-ാം അധ്യായത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ന്യായപ്രമാണവും കൃപയും എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം.
ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു മതത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു ആചാരമാണ്, അവരുടെ നിയമസംഹിതയാണ്. അത് മറ്റാരുമല്ല, ഈ വർത്തമാനകാല ലോകത്തിൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ന്യായപ്രമാണം എന്ന് പറയുന്ന ആ മതസംഘടനയുടെ ആചാര നിയമങ്ങൾ നിലകൊള്ളുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് നിയമസംഹിതകൾക്ക് ആവിർഭാവമുണ്ടായത് മോശ എന്ന് പറയുന്നതായ ഇസ്രായേലിന്റെ പ്രഥമ മനുഷ്യനായ ആ വ്യക്തിയിൽ കൂടെയാണ്. ന്യായപ്രമാണം യുഗങ്ങളോളം ഭൂമിയിൽ നിലനിന്നിരുന്നു. പക്ഷേ മതത്തിന്റെ ആശയമായിരിക്കുന്ന ന്യായപ്രമാണം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയല്ല, മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുടെ, വർണ്ണവ്യവസ്ഥയുടെ, വർഗവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ ചെല്ലേണ്ടത് ആരാണ് എന്ന് ആ ന്യായപ്രമാണം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനെ 4 തട്ടുകളായി വേർതിരിച്ച് ദൈവത്തിന് മുമ്പിൽ അണിനിരത്തിരിക്കുന്ന ഭാഗങ്ങൾ പഴയ നിയമത്തിന്റെ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാതികളായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ആരാധനാലയത്തിന്റെ പരിസരത്ത് പോലും വരാൻ കഴിയത്തില്ല. ആ ജാതിയിൽ പിറന്നതായിരിക്കുന്ന ആളുകളെയും വീണ്ടും തട്ടുകളായി വേർതിരിച്ചുകൊണ്ട് പ്രാകാരം എന്ന് പറയുന്ന ഒരു സ്ഥലവും വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലവും അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നതായ സ്ഥലവും വേർതിരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന ക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ന്യായപ്രമാണ വ്യവസ്ഥകൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലുവാനുള്ള അനുവാദം നിഷേധിച്ചിരുന്നപ്പോൾ ന്യായപ്രമാണത്തിന് മതിൽക്കെട്ടുകളെ ഇടിച്ചു നിരത്തിയിട്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചതായിരിക്കുന്ന 2 ഇഞ്ച് കനമുള്ള ആലയത്തിലെ തിരശീലകളെ മേൽ തൊട്ടടി വരെ ചീന്തി മാറ്റിയിട്ട് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ഈ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ ജനിച്ചിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അവസരം ലഭിക്കപ്പെട്ടത് യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വന്ന് പാർത്തതിന് ശേഷം തന്റെ ദേഹം എന്നതായ തിരശീല കാൽവരി ക്രൂശിൽ ചീന്തപ്പെട്ടതോടുകൂടിയാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നതായ കല്ലിൽ എഴുതിയ പ്രമാണം എന്നേക്കുമായിട്ട് അവിടെ തകർന്നടിയുമ്പോൾ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാനല്ല, ദൈവത്തെ എൻ്റെ അപ്പച്ച എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ ബലിമരണം കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ മത്തായി ചേട്ടനോടും മാധവൻ ചേട്ടനോടും മമ്മദിക്കായോടും ഞാനൊരു സന്തോഷത്തിന്റെ സദ്വർത്തമാനം പറയാം. നിനക്ക് ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാനല്ല യേശു നിനക്ക് അവസരം തരുന്നത്, ദൈവത്തെ നിനക്ക് സ്വന്തം അപ്പ എന്ന് വിളിക്കാൻ, എന്റെ പപ്പ എന്ന് വിളിക്കാൻ, എന്റെ പിതാവേ എന്ന് വിളിക്കാൻ അവസരം അത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് ലഭ്യമാകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ചിരുന്ന ആ കാപാലികത്വവും കാട്ടാളത്വവും നിറഞ്ഞതായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ഈ ഭാരതം അടക്കമുള്ളതായിരിക്കുന്ന ജനസഹസ്രത്തെ രാഷ്ട്രങ്ങളെ ഒരു സാമൂഹികമായിരിക്കുന്ന വിപ്ലവത്തിലേക്കും പരിഷ്കാരത്തിലേക്കും ഉന്നതമായിരിക്കുന്ന ചിന്താധാരയിലേക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന ആശയം ഏതാണ്? നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ആശയവുമല്ല. ആശയങ്ങൾക്കെല്ലാം അധിഷ്ഠിതമായ, എല്ലാ ആശയങ്ങൾക്കും അടിസ്ഥാനപരമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാണ് രാഷ്ട്രങ്ങൾക്ക് പരിവർത്തനം തന്നിട്ടുള്ളത്, സമൂഹത്തിന് പരിവർത്തനം തന്നിട്ടുള്ളത്. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിന്ന് അവകാശം ചോദിക്കുവാനുള്ള അധികാരം ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിശദീകരണത്തിന് ശേഷം യോഹന്നാൻ പറയുന്നു, 1:12 കൂടെ അദ്ദേഹം പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവസരം കർത്താവ് കൊടുത്തു. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ വിശ്വാസ കൂട്ടങ്ങളെ സാക്ഷ്യമാക്കി വഴിയരികിലും വീട്ടുവാതിൽക്കലും വാഹനത്തിലൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ സുവിശേഷവുമായി അടുത്ത ബന്ധമില്ലാത്തതായ സമകാലികരായ സുഹൃത്തുക്കളോട് സവിനയം നിങ്ങളുടെ അമ്മയ്ക്ക് പിറക്കാതെ പോയ ഒരു സഹോദരൻ നിലയിൽ കൊണ്ട് താഴ്മയെ അപേക്ഷിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ പൈതലായി തീരണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മറ്റൊരു മാർഗവും നിനക്ക് മുമ്പിൽ ശേഷിക്കുന്നില്ല. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മാധ്യമവും നിനക്ക് മുമ്പിൽ നിൽപ്പില്ല കേട്ടോ. ആ അവസരം നിങ്ങൾക്കുണ്ടാകേണ്ടതിനാണ് ഈ പണവും പ്രയാസവും ഒക്കെ ചിലവിട്ട് സഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സുവിശേഷ സമ്മേളനം ഞങ്ങൾ നടത്തുന്നത്.
ഒരുവൻ ദൈവത്തിന്റെ പൈതലായി തീർന്നുള്ള ഗുണം എന്താണ്? ആ ഗുണം ഇവിടെ പിന്നെ യോഹന്നാൻ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നാലെ ഉള്ളതായിരിക്കുന്നതിൻ്റെ പ്രഭാഷണത്തിൽ ഞാനത് വിശദീകരിക്കുവാനോ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 1-ാം അധ്യായത്തിന്റെ അടുത്തൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ആ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കഥാപാത്രം യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്? അയാൾ മറ്റാരുമല്ല, ലോകത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകനെന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായപ്പെടും. നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ, നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം പിന്നെ നവോത്ഥാന നായകന്മാരുടെ പട്ടിക എടുത്ത് പഠിച്ചു നോക്കിയാൽ അയ്യങ്കാളിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും മന്നത്ത് പത്മനാഭവും ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ പേര് നമുക്ക് ലഭ്യമാകും. അവരെല്ലാം നവോത്ഥാന നായകന്മാരാണ്. നവോത്ഥാനത്തിന്റെ ഉറവ ഇറ്റലി എന്ന് പറയുന്ന രാജ്യമാണ്. ദാന്തെ പെട്രാർക്ക് എന്ന് പറയുന്നതായ വ്യക്തികളിൽ കൂടെയാണ് നവോത്ഥാനത്തിന് ആരംഭം കുറിച്ചത്. പക്ഷെ അത് കലാകായിക മേഖലയിലായിരുന്നു. എന്നാൽ അന്ന് നിലനിന്നതായിരിക്കുന്ന മതവ്യവസ്ഥകളുടെ ജീർണിച്ച അവസ്ഥകൾ കണ്ടിട്ട് അതിന് പരിഹാരം വരുത്തുവാൻ മതചിന്താതികളിലേക്ക് നവോത്ഥാനത്തിന് ചിന്താധാരകൾ മാറിയതോടെ അതൊരു സാമൂഹിക വിപ്ലവത്തിന് കാരണമായി തീർന്നു. അത്തരത്തിലുള്ളതായ നവോത്ഥാനത്തിന്റെ ആരംഭം ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ആകട്ടെ, ശ്രീനാരായണ ഗുരുവാകട്ടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആകട്ടെ, ഈ പറയുന്ന ആളുകളൊക്കെ അത്തരത്തിലൊരു നവോത്ഥാന ചിന്താധാര ലോകത്തിന് മുമ്പിൽ വിഭാവന ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ളതായിരിക്കുന്ന ആശയം എവിടുന്നാണ് കിട്ടിയത്? അവരെ അത്തരത്തിലുള്ള ചിന്താധാരയിലേക്ക് എവിടുന്നാണ് നയിച്ചത്? ഞങ്ങളുടെ ഈ സുവിശേഷ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ബുദ്ധിമാന്മാരെന്ന് സ്വയം അപമാനിക്കുന്നതായ ചില ആളുകളൊക്കെ ഉണ്ട്. അവർ വന്നാൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന മറുചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. എന്നാൽ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോയ വഴി പിന്നെ പുല്ല് പോലും മുളയ്ക്കാറില്ല. ഞാനിവിടെ പ്രസംഗിക്കുന്നതായിരിക്കുന്ന ആശയത്തിന് കൃത്യമായ വിശദീകരണം തരാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന അന്വേഷണങ്ങളും വായനകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അധികം അറിവോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല എങ്കിലും ശരിയായിരിക്കുന്ന ചരിത്ര വ്യവസ്ഥകളെ കുറിച്ച് അറിയുവാനുള്ളതായിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഈ അടുത്ത കാലത്ത് വരെ ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയായിട്ട് നിലനിന്നുകൊണ്ടതായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്ര വസ്തുതകൾ രാഷ്ട്രീയത്തിന്റെ, സമൂഹത്തിന്റെ, മതത്തിന്റെ അങ്ങനെ തുടങ്ങുന്ന നിരവധി വിഷയങ്ങളുമായി കേന്ദ്രീകരിച്ചുള്ളതായിരിക്കുന്ന ആശയങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായിരിക്കുന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നൊരു സുവിശേഷ പ്രഭാഷകനായി തീരാനുള്ള കാരണം. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് സുവിശേഷമാണെന്നൊരു വസ്തുതയാണെങ്കിലും സുവിശേഷം വിളംബരം ചെയ്യാൻ എന്നെ പ്രചോദനമാക്കി തീർത്തത് ഈ ബൈബിൾ സത്യാവസ്ഥകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര ഗ്രന്ഥമായതുകൊണ്ടാണ്. അപ്പോൾ ഈ ബൈബിൾ കൃത്യമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് പുസ്തകങ്ങളുമായി ചേർത്തിണക്കി പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. എല്ലാത്തിൻ്റെയും ആരംഭം, ലോകത്തിൻ്റെ മനുഷ്യർക്കിടയിൽ നടന്നിട്ടുള്ള സകലമാന പരിവർത്തനത്തിൻ്റെയും ആരംഭം ഈ വിശുദ്ധ ബൈബിളുമായി കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിപ്രായപ്പെടും അത് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം എവിടെയാണ് നവീകരണം നടത്തിയത്? യഹൂദ മതത്തിന്റെ ഇടയിൽ. മതത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകരുത്, ആ മതത്തിൽ നിലനിന്നിട്ട് ആ മതം അനുശാസിക്കുന്ന ന്യായപ്രമാണ വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായിരിക്കുന്ന ആചാരത്തിൽ നിലനിന്ന് ഒരു പവിത്രമായ ജീവിതം ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന വസ്തുതയാണ് യോഹന്നാൻ സ്നാപകൻ ജനത്തിന് മുമ്പിൽ വിഭാവനം ചെയ്തത്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണെന്ന് പറയാൻ എന്താ കാരണം? ഒരു നവീകരണ കർത്താവാണെന്ന് പറയാൻ എന്താ കാരണം? അദ്ദേഹത്തിനടുക്കൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗമായി കൂടി വരുന്നതായ നിരവധി ആളുകളുണ്ട്. ആ ആളുകളെ കൂട്ടത്ത് റോമൻ പടയാളികളുണ്ട്, യഹൂദ മതാനുസാരികളായിരിക്കുന്ന പരീശ സന്തതികളുണ്ട്, സാധാരണപ്പെട്ട ജനങ്ങളുണ്ട്, മുക്കുവന്മാരുണ്ട്. സമൂഹത്തിലെ നാനാവിധ ആളുകൾ യോഹന്നാന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പ്രഭാഷണം മുഴുവൻ നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ആ മാനസാന്തരപ്പെടണമെന്നുള്ളൊരു ആശയം അദ്ദേഹം വിഭാവനം ചെയ്യുമ്പോൾ അയാളോട് വന്നിട്ട് ഇവർ ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ആശയമാണ്, അയാൾ ഒരു നവീകരണ കർത്താവാണ് എന്ന് ഞാൻ പറയാൻ അവകാശപ്പെടാനുള്ള കാരണം. അദ്ദേഹം പറയുന്നു, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അദ്ദേഹം വിഭാവനം ചെയ്യുന്നതായിരിക്കുന്ന ആശയങ്ങൾ ഒരുപാട് കൃത്യമായിട്ട് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമൂഹികമായിരിക്കുന്ന പരിവർത്തനവും ആന്തരികമായിരിക്കുന്ന ഒരു പരിവർത്തനത്തിനും
യോഹന്നാൻ സ്നാപകൻ ശക്തമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ കാലം അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ആ നവീകരണങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സംഹിതകൾക്ക് നേരെ അദ്ദേഹം വിരൽ ചൂണ്ടാൻ കാരണമായി. അദ്ദേഹം ഒരു മതത്തിന്റെ വക്താവാണ്, ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയാണ്. അയാൾ ഒരു സന്യാസിയ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു താമസനായിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ചിന്താഗതികളിൽ നിന്നുകൊണ്ട് സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന കൂട്ടത്തിൽ കൊട്ടാരത്തിലെ യഹൂദനല്ലാത്തതായിരിക്കുന്ന ഹെരോദോ അന്തിപ്പാസിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നതായിരിക്കുന്ന ഒരു ദുർമാർഗത്തിനെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടിയപ്പോൾ ആ ദുർമാർഗത്തിന്റെ വിരൽ ചൂണ്ടലോടുകൂടെ ആ മനുഷ്യന്റെ ജീവിതം അവിടെ അസ്തമിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം യോഹന്നാൻ സ്നാപകൻ കൊട്ടാരത്തിൽ ഹെരോദാവിനോട് പറഞ്ഞ ആ വാക്ക് ഹെരോദാവ് നടത്തുന്ന അവിഹിത ബന്ധത്തിനെതിരെയുള്ളതായിരിക്കുന്ന കാര്യമായിരുന്നു. കൃത്യമായ തെളിവുകളുടെ ആ കൊട്ടാരവാസിയോട്, രാജപ്രതിഭയോട്, രാഷ്ട്രതന്ത്രജ്ഞനോട്, ഭരണാധികാരിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അസ്തമിക്കപ്പെടുകയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ധാർമ്മിക വ്യവസ്ഥകൾക്ക് മൂല്യച്യുതികൾ സംഭവിച്ചാൽ ആ ധാർമ്മിക മൂല്യച്യുതികൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ഈ വിശുദ്ധ ബൈബിൾ നമ്മളെ കൃത്യമായിട്ട് പ്രബോധിപ്പിച്ചുണർത്തുന്നുണ്ട്. ഞാനൊക്കെ ഒരു തെരുവ് പ്രഭാഷകനാണ്. ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നിരവധി തവണ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിഷയം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം എന്താണ്, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കെതിരെയുള്ളതായിരിക്കുന്ന ബോധവൽക്കരണം എന്താണ്. എന്താ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ലേബൽ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? മദ്യപാനവും ലഹരിയും സാമൂഹികമായിരിക്കുന്ന വിധ്വംസ പ്രവർത്തനങ്ങളുടെ സ്വഭാവ രീതികളുമൊക്കെ ധാർമ്മിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ധാർമ്മിക വ്യവസ്ഥകൾക്ക് അധപ്പതനം സംഭവിക്കപ്പെട്ടപ്പോഴാണ് ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടായത്, അപകടങ്ങൾ കൂടിയത്, ആത്മഹത്യയും കുടുംബ തകർച്ചകളും പെരുകി വന്നത്, കൊലപാതകങ്ങളും പീഡനങ്ങളും ഒരു സാധാരണ സംഭവമായി തീർന്നത്. ധാർമ്മിക വ്യവസ്ഥകൾ സ്റ്റേബിൾ ആയിരിക്കുന്ന വ്യവസ്ഥയിൽ പോകുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നല്ല മനസാക്ഷിയുള്ള മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ കുടുംബ കോടതിയുടെ ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയായി തീരുകയില്ല. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം ധാർമ്മികമായിരിക്കുന്ന അധപ്പതനമാണ്. പക്ഷേ ധാർമ്മിക അധപ്പതനം എന്ന് പറയുന്ന ഒരു മനോഹര വാക്കിൽ കൂടെ ആ വിഷയത്തെ ബൈബിൾ ചുരുക്കിക്കളയുന്നില്ല. ആ ധാർമ്മിക അധപ്പതനത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥയെ ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവും ചൂണ്ടിക്കാണിക്കുന്നില്ല. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പാപം എന്ന് പറയുന്നത്. ധാർമ്മിക പ്രശ്നങ്ങൾക്ക് താളപ്പിഴകൾ സംഭവിച്ചാൽ ഒരു മനുഷ്യനൊരു കുറ്റവാളിയായി തീരുന്നു. ആ കുറ്റവാളിയെ രാജ്യത്തിന്റെ നിയമത്തിന്റെ അഖണ്ഡതകൾക്കനുസരിച്ച് ഇവിടുത്തെ നിയമ സംവിധായകരുള്ളതായിരിക്കുന്ന നിയമപാലകർ അറസ്റ്റ് ചെയ്യുമായിരിക്കാം. അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കുള്ള ശിക്ഷകളൊക്കെ നിയമിക്കുമായിരിക്കാം. ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും പുറത്തിറങ്ങി വന്നാൽ അയാൾ വീണ്ടും ആ കുറ്റകൃത്യം ചെയ്യുന്നുവെങ്കിൽ ഭരണഘടനയുടെ കുഴപ്പമാണോ, നിയമസംഹിതയുടെ കുഴപ്പമാണോ, നിയമപാലകരുടെ കുഴപ്പമാണോ? അല്ല. പിന്നെ എന്തിന്റെ പ്രശ്നമാണ്? ധാർമ്മിക പ്രശ്നം. എന്താണ് അവരുടെ ധാർമ്മിക പ്രശ്നം അങ്ങനെ അധപ്പതിക്കാൻ കാരണം? ശ്രീ ജയൻ അവറുകൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്. ഞാനൊരു ഭീകരജീവിയായിരുന്നു, മനുഷ്യനെ കരയിപ്പിക്കുവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതം തെറ്റായ ഒരു കാട്ടുവഴിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷകളുമില്ലായിരുന്നു. എന്തായിരുന്നു ആ വാക്കിൻ്റെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത്? ധാർമ്മികമായി അധപ്പതിച്ചൊരു വ്യക്തി, സ്വഭാവ ദൂഷ്യമുള്ളൊരു വ്യക്തി, ദുശീലമുള്ളൊരു വ്യക്തി, മനസാക്ഷി മരവിച്ചിട്ട് മൃഗതുല്യമായിരിക്കുന്ന ചിന്താഗതിയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ നാട് നിറയപ്പെടുകയാണ്. കയ്യും കാലും വെട്ടിമാറ്റാൻ അറപ്പില്ലാത്ത, മനുഷ്യന്റെ നെഞ്ചും കൂടി നിന്നും പൊട്ടിയൊഴുകുന്ന ചോരകൾ കണ്ടിട്ട് ഉന്മാദ നൃത്തം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ആ കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ പെറ്റുവരികയാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിന് തൊട്ടടുത്തുള്ള പട്ടണമായ പെരുമ്പാവൂരാണ് ഞാൻ താമസിക്കുന്നത്. ഒത്തിരി കൊട്ടേഷൻ പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ കൊണ്ട് നിബിഡമാണ് ആ ഭൂപ്രദേശം. ഈ അടുത്ത നാളിൽ ചില റീൽസും ചില ഷോർട്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തകർ ഒരു മഹാസന്നാഹമായി തീർന്നിരിക്കുന്നു. 20 വയസ്സിനും 30 വയസ്സിനും താഴെ പ്രായമുള്ള ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ, നല്ല സൗന്ദര്യമുള്ള കഴിവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, നല്ല സ്ഥാപനങ്ങളിൽ പോയി ജോലിയെടുക്കാതെ, അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതി ജോലി സമ്പാദിക്കാതെ, ഉദ്യോഗങ്ങൾ നേടാതെ, മാന്യമായ ഒരു ജീവിതം ചെയ്യാതെ, നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയ വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് വലിയ ഹോട്ടലുകളിൽ താമസിച്ച്
ജീവിതത്തിന്റെ സുഖങ്ങൾ കണ്ടെത്തുന്നത് അവരന്റെ കൈയും കാലും കഴുത്തും വെട്ടുമാറ്റി ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമ്പത്ത് കൊണ്ടാണ് എന്നുള്ളതാണ് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം. അതിനെ അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരു സാധാരണ സംഭവമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപമെന്ന് പറയുന്നത്. ആ പാപത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ധാർമ്മിക അധപ്പതനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതം താറുമാറാകാൻ കാരണം അവന്റെ ജീവിതം മുഴുവൻ ധാർമ്മികമായി അധപ്പതിച്ചത് കൊണ്ടാണ്. ഇവിടെ മദ്യപാനിയായി തീരുവാൻ അവർക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ. ഭാര്യയെ തള്ളണമെന്ന് ആഗ്രഹമില്ല, അപ്പനെ തൊഴിക്കണമെന്ന് ആഗ്രഹമില്ല, സ്വന്തം ഭാര്യയെ സുഹൃത്തിന് വേണ്ടി ഒരു ഗ്ലാസ് മദ്യത്തിന് വിൽക്കണമെന്ന് ആഗ്രഹമില്ല, കാമുകന് കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊട്ടേഷൻ അയച്ചു കൊല്ലിക്കണമെന്ന് ആഗ്രഹമില്ല, ഭർത്താവിനോടുള്ള വൈരാഗ്യത്തെ പ്രതി സ്വന്തം കുഞ്ഞിനെ കടലിന്റെ കടൽഭിത്തിയിൽ വലിച്ചടിച്ചു കൊല്ലാനായിട്ട് ആഗ്രഹമില്ല. ആഗ്രഹിക്കാത്ത കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? അതിനെ കണ്ടുപിടിക്കാൻ ഇന്നയോളം ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനെ കുറ്റം വിധിക്കാൻ ഇന്നയോളം ഒരു കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസിനും ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ളതായ ദുർസ്വഭാവത്തിനും ദുശീലങ്ങൾക്കും അറുതി വരുത്തവന് ഒന്നിന് കഴിയും. വിശുദ്ധ ബൈബിൾ പറയുന്നു, അതും യോഹന്നാൻ തന്നെ സ്ഥാപിക്കുന്നു, യേശുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയ സ്നേഹിത, ഹെരോദാവിന്റെ ജീവിതത്തിൽ സ്വന്തം അനുജന്റെ ഭാര്യയായിരിക്കുന്ന ഹെരോദയെ അവിഹിത ബന്ധത്തിൽ കൂടെ വെച്ചു പുലർത്തുന്ന ദുർനടപടികൾക്കെതിരെ ഈ യോഹന്നാൻ സ്നാപകൻ വിരൽ ചൂണ്ടിയതുപോലെ ഇന്ന് രാത്രി സുവിശേഷം നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. നിന്റെ മദ്യപാനത്തിന് നേരെ, കൊട്ടേഷൻ പ്രവർത്തനത്തിന് നേരെ, കാവാലികത്വത്തിന് നേരെ, ദുശീലങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇവിടുത്തെ നിയമ സംഹിതകളോ നിന്റെ രാഷ്ട്രീയ പിടിപാടുകൾക്കുള്ളത് കൊണ്ടോ പണത്തിന്റെ കൊഴുപ്പും ആൾബലം കൊണ്ടോ നീ ചെയ്തു കൂട്ടുന്നതായ പാപത്തിനെ പിടിച്ചു കെട്ടാനും നിന്നിനെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ നീ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം ഒരിക്കൽ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ശ്രീ ജയൻ അവർകൾ പറഞ്ഞു, ആരെയും പേടിക്കാതെ ഒരു ബുള്ളറ്റിൽ യാത്ര ചെയ്ത് ഒരു വല്ലാത്ത ജീവിതം ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഛർദ്ദിച്ചു തുടങ്ങിയെന്ന്. എന്താ ഛർദ്ദിച്ചു തുടങ്ങാൻ കാരണം? എവിടെ ശ്രീ ജയൻ കണ്ടുപിടിച്ചതായിരിക്കുന്ന മറ്റ് പണത്തിന്റെയോ അധികാര ശ്രേണിയുടെ പിൻബലങ്ങളൊക്കെ ആ ഛർദ്ദിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വൈദ്യശാസ്ത്രവും പരാജയപ്പെട്ടു നിൽക്കുകയാണ്. എന്താണ് ആ അവസ്ഥയിലേക്ക് അയാൾ വരാനുള്ള കാരണം? മറ്റൊന്നുമല്ല, അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപം സഹിക്കവയ്യാതായപ്പോൾ അതേ സ്ഥാനത്ത് ആ മനുഷ്യൻ നശിക്കരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ദൈവം നടത്തിയൊരു സന്ദർശനമായിരുന്നു ആ കിഡ്നി ഫെയിലർ എന്ന് പറയുന്നതായിരിക്കുന്ന മഹാരോഗം എന്ന് പറയുന്നത്. സ്നേഹിത, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയങ്ങളിലേക്ക് എത്തി ജീവിതം കൂടുതൽ കൈപ്പായി പോകാതിരിക്കാൻ ഇന്ന് രാത്രി സുവിശേഷം നിന്നെ ആഹ്വാനം ചെയ്യുന്നു. ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപത്തെ കൂട്ടുപിടിക്കരുത്, ഈ പാപത്തിൽ നീ രസിക്കരുത്. ഹേ ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം നീ മദ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്, ലഹരി പദാർത്ഥങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മറ്റുള്ള ഉപദ്രവിക്കാൻ നീ ആയുധങ്ങൾ കയ്യിലെടുക്കരുത്. കരമുയർത്തി ഈ മക്കൾ കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങൾക്കെതിരെ ഈ യോഹന്നാൻ സ്നാപകൻ ശബ്ദമുയർത്തി. അത് തൻ്റെ മരണത്തിന് കാരണമായി. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അധികകാലമൊന്നും ഇങ്ങനെ ഇവിടെ പ്രസംഗിക്കില്ല എന്ന്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്നെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ സ്നാപകന് വരുന്നതായ ഗതിയായിരിക്കും നിനക്കൊരു പക്ഷെ വരുന്നത്. അത് കണ്ടൊന്നും പുറകോട്ട് പോകുന്നവനല്ല ഞങ്ങൾ. അതിന് കാരണം മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള പരമാർത്ഥമായ സത്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് മരണത്തെ അടക്കമെന്ന് രാത്രിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു. മരണത്തിന് കാരണമായിരിക്കുന്ന പാപം, ആ പാപത്തിനെതിരെ യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പാപത്തിന് പരിഹാരം വരുത്തി യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളും സ്വാതന്ത്ര്യം പ്രാപിക്കണം, മരണത്തിനപ്പുറമുള്ള ജീവിതം നിങ്ങളും കരസ്ഥമാക്കണം. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ 1 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്കറിയാം, ഇങ്ങനെ വിശദീകരിച്ചു പോയാൽ ഞാൻ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല എന്ന്. 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒരു സംഭവം യേശു ക്രിസ്തുവിന്റെ സാമൂഹിക ഇടപെടലിന്റെ ആരംഭമാണ്. അത് കാനായിലെ കല്യാണം.
രണ്ടാമത്തെ സംഭവം ആലയ ശുദ്ധീകരണമാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ യഹൂദന്മാർ കണ്ടെടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ആലയ ശുദ്ധീകരണം. യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചതിന്റെ കാരണം 3 പ്രധാനപ്പെട്ട കാരണം മാത്രമേ ഉള്ളൂ. 1, താൻ മശിഹയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. 2, യഹൂദന്റെ ആലയത്തെ അയാൾ ശുദ്ധീകരിച്ചു. ഈ 2 കാര്യങ്ങൾ കൊണ്ട് യഹൂദന്മാർക്ക് യേശുവിനോട് വലിയ വൈരാഗ്യമുണ്ടായി. മത ആചാരങ്ങൾക്കെതിരെ യേശു ശക്തമായി നിലപാടുകൾ എടുത്തു. മരിച്ചു കിടക്കുന്ന മതത്തെക്കാൾ നല്ലതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ശബത്ത് മനുഷ്യനുള്ളതല്ല, അല്ലെങ്കിൽ മനുഷ്യന് ശബത്ത് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, ശബത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യനെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചത് കൊണ്ടാണ് യേശുവിനെ അവർ ക്രൂശിക്കുവാനായിട്ട് പിടിച്ചത്. അപ്പോൾ ആ വിശദീകരണമാണ് 2-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിലെ 1-ാം ഭാഗമായ കാനായിലെ കല്യാണം ഇന്നത്തെ സമകാലിക പ്രശ്നവുമായിട്ടൊന്ന് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. കാനായിലെ കല്യാണം യേശുക്രിസ്തു ചെയ്തതായ ഒരു അത്ഭുതത്തിന്റെ ആരംഭമാണ്, അടയാളങ്ങളുടെ ആരംഭമാണ്. പക്ഷെ ഒരു മാജിക്ക് കാണിച്ച് ആ സാഹചര്യത്തിന് മുമ്പിൽ യേശു ഒരു ഹീറോയാകാൻ ശ്രമിച്ചതായിരിക്കുന്ന ഇടപെടലുകളല്ല അത് യേശു ചെയ്തത് കൃത്യമായിരിക്കുന്ന പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. കാനായിലെ കല്യാണം ഒരു സാമൂഹിക പ്രശ്നമാണ്, ഒരു കുടുംബത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ആ സമൂഹം അന്ന് ഏറ്റവും മതപ്പതിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഗലീല എന്ന് പറയുന്ന ജില്ല. ആ ജില്ലയിലെ കാനായിലിൽ യോഹന്നാന്റെ വിവാഹം നടക്കുമ്പോൾ യേശുവിന്റെ അമ്മയടക്കമുള്ള എല്ലാവരും വിശിഷ്ടാതിഥികളായി എത്തി. ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കുവാനുള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിവാഹ വീട്ടിൽ അവരുടെ എല്ലാ പ്ലാനിങ്ങിലും താറുമാറായിട്ട് ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധുവരന്മാരടക്കമുള്ള ആളുകൾ നിരാശയുടെ അനുഭവത്തിലേക്ക് കൂപ്പുകുത്തി ആ കുടുംബം വിളിച്ചുകൂട്ടിയ സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയാണ്. ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശു നടത്തുന്ന ഇടപെടലുകൾ ആ കുടുംബത്തിന് മാത്രം ഒരു രക്ഷയല്ല, ഈ കുടുംബത്തെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ, ആ കുടുംബത്തെ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചതുപോലെ, ആ ദമ്പതികളെ നിരാശയുടെ അടിത്തട്ടിൽ നിന്നും സന്തോഷത്തിന്റെ പുതിയ പുലരിലേക്ക് നടത്തിയതുപോലെ, ഇത് ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഇത് സ്വീകരിക്കുന്ന ഓരോ രാജ്യങ്ങൾക്കും പരിവർത്തനത്തിൽ കൂടെ രക്ഷ തരാൻ എനിക്ക് കഴിയുമെന്നുള്ളതിന്റെ അടയാളമായിരുന്നു കാനായിലെ കല്യാണത്തിന് കർത്താവ് നടത്തിയ അത്ഭുതം എന്ന് പറയുന്നത്. കാനായിലെ കല്യാണത്തിന് അത്ഭുതം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷെ യേശു ക്രിസ്തു അവിടെ ആവിഷ്കരിച്ചതായ ആ പരിവർത്തനത്തിന് ദൈവശാസ്ത്രം ഇന്നും ഈ സമൂഹത്തിൽ അസ്തമിച്ചു പോയിട്ടില്ല. 1000 10,000 ലക്ഷമല്ല, കോടാനുകോടി ജനങ്ങൾ ഇന്നും ആ പരിവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തനത്തിന് വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിൽ കൂടെ അല്ലാതെ മനുഷ്യന് ദൈവത്തെ അറിയാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ 2-ാം അധ്യായം അത്തരത്തിലുള്ള ആശയത്തിന്റെ വിശദീകരണമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മതത്തിന്റെ മേലറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, നിക്കോദീമോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തോറ എന്ന് പറയുന്ന ന്യായപ്രമാണം മുഴുവൻ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആ മനുഷ്യന് ദൈവരാജ്യത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ളത് ഒരു ആഗ്രഹമുണ്ടായി. അന്ന് വരെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം അദ്ദേഹം കേട്ടിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ വിഭാവന ചെയ്തു, അതിന് ശരിയായിരിക്കുന്ന വിശദീകരണം യേശുക്രിസ്തു കൊടുത്തു. ആ കേൾവി ഈ നിക്കോദീമോസ് എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിചാര വിപ്ലവം ഉണ്ടാക്കി. മരണത്തിനപ്പുറം ഒരു ജീവിതം, നിത്യത, ആ സത്യത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ അത് എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് അറിയേണ്ടതിന് ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു നിൽക്കുകയാണ്. യേശു അദ്ദേഹത്തോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും അല്ലാതെ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായി കഴിയുകയില്ല. വിശദീകരിക്കേണ്ട ഒരു ആവശ്യമാണെങ്കിലും അധികം വിശദീകരിക്കാതെ ഏതാനും ചില വാക്കുകൾ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദൈവരാജ്യം എന്ന് പറയുന്ന, നിത്യത എന്ന് പറയുന്നതായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് രംഗപ്രവേശനം കിട്ടുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഏക വഴിയിൽ കൂടെയാണ്. അത് യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം നിത്യത എന്ന് പറയുന്ന പരമാർത്ഥത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുകയില്ല. പാട്ടുപാടിയത് കൊണ്ടോ, കൈയടിച്ചത് കൊണ്ടോ, പള്ളിയിൽ പോയത് കൊണ്ടോ, നേർച്ചയിട്ടത് കൊണ്ടോ, നിങ്ങൾ കുരിശു വരച്ചത് കൊണ്ടോ,
അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിച്ചതുകൊണ്ടോ, നിങ്ങൾ മണിക്കൂറുകളോളം മുട്ടോളം നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ നിത്യതയിൽ പ്രവേശിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിത്യതയുടെ പ്രവേശത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ചില നിയമാവലികളുണ്ട്. ആ നിയമാവലിയിൽ ഒന്നാമത്തെ കാര്യമാണ് വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനത്തിന്റെ വിശദീകരണം 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കണം. യേശുവിന്റെ ശിഷ്യവൃന്ദങ്ങളിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസും ആ കാര്യം തന്നെ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നു. അതെ, ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. ഒരു കാര്യം ഞാൻ അക്കമിട്ട് പറയാം, സുവിശേഷ പ്രഭാഷണത്തിന് കേന്ദ്രമായിരിക്കുന്ന ഒരു ആശയമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാനസാന്തരത്തിൽ കൂടെ, വീണ്ടും ജനനത്തിൽ കൂടെ, യേശുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടു കൂടെ ഒരാൾക്കൊരു ദൈവ പൈതലായി തീരുവാനുള്ള അവസരം ലഭിക്കും. പക്ഷെ നിത്യതയുടെ പ്രവേശനത്തിന് താഴേക്ക് പറഞ്ഞിരിക്കുന്നതായ പട്ടികയുടെ പ്രമാണം അനുസരിച്ച് നിങ്ങളെ പറ്റുകയുള്ളൂ. ആ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. സ്നാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ മാത്രമല്ല, മറ്റ് ശിഷ്യവൃന്ദങ്ങളും യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം സ്നാനം എന്തിനാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് രേഖപ്പെടുത്തുന്നു. യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് എന്തിനാണെന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. പാപികൾക്കല്ലേ സ്നാനം ആവശ്യമായിരിക്കുന്നത്? മാനസാന്തരപ്പെടുന്നവർക്കല്ലേ സ്നാനമായിരിക്കുന്നത്? അപ്പോൾ പിന്നെ യേശുവിന് മാനസാന്തരത്തിന് ആവശ്യമുണ്ടോ? യേശു പിന്നെ എന്തിനാണ് സ്നാനപ്പെട്ടത്? പ്രിയരെ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഏക സത്യ നിത്യ ദൈവത്തെ വെളിപ്പെടുത്താൻ, 1. രണ്ടാമത് പാപികളെ രക്ഷിപ്പാൻ, 3. സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ഈ 3 പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണനാകണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന മാതൃക യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു തരികയാണ്. അന്ന് യഹൂദ മതത്തിൽ നിലനിന്ന മതപരിവർത്തനം എന്ന് പറയുന്നതായ ഒരു ആശയമുണ്ട്. അല്ലെങ്കിൽ പുറജാതിയിൽപ്പെട്ടിരിക്കുന്ന ഒരു ആൾക്ക് യഹൂദ മതത്തിനോട് ചേരണമെങ്കിൽ പരിച്ഛേദന എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായ ആചാരം അവരുടെ പ്രമാണം അനുവദിച്ചു വച്ചിരിക്കുന്നു. ആ പരിച്ഛേദനയിൽ കൂടെ അവർ അബ്രഹാമിന്റെ സന്തതിയോ യഹൂദ മതാനുസാരികളോ ആയിത്തീരുകയാണ്. ഈ നിയമവ്യവസ്ഥകൾ അവിടെ നിലനിൽക്കുമ്പോൾ യഹൂദ മതത്തിന്റെ ആചാരങ്ങൾക്ക് എതിരെയാണ് യേശു ക്രിസ്തു കൃത്യമായിരിക്കുന്ന മറുപടികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു വേളയിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവൃത്തീകരിപ്പാൻ അത്രേ വന്നിട്ടുള്ളത്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ബൈബിൾ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടി ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ദൈവ മുമ്പിൽ എങ്ങനെ ദൈവത്തോട് അടുത്ത് വരണം, ദൈവ പൈതലായി തീരണം എന്നുള്ളതായിരിക്കുന്ന ആശയത്തെ വിളംബരം ചെയ്യുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ഒരു ഘടകമായി സ്നാനം എന്ന് പറയുന്ന ഒരു ആശയത്തെ യേശു ക്രിസ്തു ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് കേവലം ഒരു ആശയത്തിന്റെ അവതരണത്തിൽ കൂടെയല്ല, ഒരു അക്ഷരത്തിന്റെ ഒരു പ്രസംഗത്തിൽ കൂടെയല്ല, തൻ്റെ ജീവിതം അങ്ങനെ തന്നെ മാതൃകയാക്കി കാണിച്ചിട്ട് യേശു പറയുകയാണ്, ഇങ്ങനെ സകല നീതിയും നിവൃത്തീകരിക്കപ്പെടണം. ദൈവത്തിന്റെ നീതീകരണ വ്യവസ്ഥയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ആ സ്നാനപ്പെട്ടവർ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. അതൊരു മതപരിവർത്തനത്തിന്റെ അടയാളമല്ല, മറിച്ച് പാപിയായിരുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപം ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് സമചിത്തത അല്ലെങ്കിൽ ദൈവ പൈതലായി തീർന്നു എന്നുള്ളതിന്റെ ഒരു ആന്തരിക അടയാളം, ഒരു ആത്മീയ നയപ്രഖ്യാപനമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്നാനം അത് വീണ്ടും ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് യോഹന്നാൻ നടത്തിയത് മാനസാന്തര സ്നാനമല്ലേ? യേശു സ്ഥാപിച്ചത് മാനസാന്തര സ്നാനമല്ലല്ലോ, വിശ്വാസ സ്നാനമല്ലേ? പക്ഷെ വിശദീകരണത്തിന് സമയം പോരാത്തത് കൊണ്ട് ആ ആശയം ഇപ്പോൾ ഇവിടെ പ്രസ്താവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒന്ന് പറയാം, യേശു പറയുന്നു നിങ്ങൾ സ്നാനപ്പെടണം. മത്തായി 28:18 മുതൽ
20 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗത്തിൽ യേശു ഒലിവുമലയിൽ വെച്ച് തന്റെ ശിഷ്യ സമൂഹത്തോട് പറയുന്ന ഒരു അന്ത്യകൽപ്പനയുണ്ട്. ആകയാൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം വിശ്വസിക്കുന്ന ഏവരെയും നിങ്ങൾ ശിഷ്യരാക്കി തീർക്കണം. എങ്ങനെ ശിഷ്യരാക്കണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യരെന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, വിശ്വാസികളാക്കി തീർക്കുക. ക്രിസ്തു വിശ്വാസികളായി തീരണമെങ്കിൽ, ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരണമെങ്കിൽ, ക്രിസ്തുവിന്റെ മകനായി തീരണമെങ്കിൽ, ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ, ക്രിസ്തു വിഭാവനം ചെയ്ത നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനനത്തിന്റെ അടുത്ത പടിയായിരിക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്നും യോഹന്നാൻ തന്റെ ഈ എഴുത്തിൽ കൂടെ നമ്മൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ദേശത്തിൽ ഈ ബൈബിൾ സത്യങ്ങളെ കുറിച്ച് പല നാളുകളായി കേട്ടിട്ടും വിശ്വാസ സ്നാനത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവെങ്കിൽ ഭീകരമായ ഒരു സത്യം തുറന്നു പറയുന്നു. നിങ്ങൾ നിത്യതയ്ക്ക് മുമ്പിൽ തടയപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ തിരുവചനത്തിന്റെ പഠിപ്പിക്കലായിരിക്കുന്ന ആ വിശ്വാസ സ്നാനത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ദേശത്തിലെ ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു ഓർമ്മപ്പെടുത്തി അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. 3-ാം അധ്യായം അങ്ങനെ. 4-ാം അധ്യായം യേശു ക്രിസ്തു ജാതി വ്യവസ്ഥകൾക്കെതിരെ നടത്തുന്നതായ സമീപനമാണ്. ശമരിയ എന്ന് പറയുന്ന ഗലീല ജില്ലയിൽ ജാതി വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി മനുഷ്യനെല്ലാം ചവറ്റുകൊട്ടുകളായി മാറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശം. ആ സ്ഥലത്തേക്ക് യേശു ദാഹാർത്തനായി എത്തുകയാണ്. അവിടെ വെച്ചൊരു സ്ത്രീയെ പരിചയപ്പെടുന്നു. ആ സ്ത്രീ ആ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഹെരോദാവിന്റെ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിന്റെ പരിപാവനതയും പരിശുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ട അവിഹിത ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്ന ഒരു സ്ത്രീ. 1-ലും 2-ലും 3-ലും 4-ലും ഭർത്താക്കന്മാർ സംതൃപ്തി അടയാത്ത, സുരക്ഷിതത്വവും സ്നേഹവും കണ്ടെത്താത്ത ആ സ്ത്രീ 5-ാമത്തെ വ്യക്തിയുടെ കൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തി, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി, ചൂതാട്ടക്കാരനായ ഒരു വ്യക്തി, കൊലപാതകിയായ ഒരു വ്യക്തി, അങ്ങനെ സമൂഹം വെറുക്കുന്നതായ ജീവിതത്തിലേക്ക് ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള സമീപനം എന്തായിരിക്കും? അവരോട് മിണ്ടാൻ നമ്മൾ താല്പര്യപ്പെടാറില്ല. അവരെ നമ്മൾ കൂട്ടത്തിൽ ചേർക്കാറില്ല. സ്വന്തം രക്തത്തിൽ പിറന്നവരാണെങ്കിൽ പോലും വീട്ടിലൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തിൽ എല്ലാവരെയും പോലെ പങ്കെടുക്കുവാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. തന്നോളമുള്ളെങ്കിൽ താനെന്ന് വിളിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ തള്ളപ്പെട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമായിട്ടുണ്ട്. അങ്ങനെയുള്ളവരാരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരോടായിട്ട് ഈ സുവിശേഷത്തിന്റെ സന്ദേശമായി ഞാൻ പറയുന്നു, നീ സമൂഹത്തിന് മുമ്പിൽ, വീട്ടുകാർക്ക് മുമ്പിൽ, കൂട്ടുകാർക്ക് മുമ്പിൽ, നീ വിശ്വസിച്ചതായിരിക്കുന്ന വിശ്വാസാചാരങ്ങൾക്ക് മുമ്പിൽ തള്ളപ്പെട്ടവനായി, ലജ്ജിതനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, പ്രതീക്ഷകളെല്ലാം പോയവനായി, മരണത്തെ ആഗ്രഹിച്ച് കഴിയുന്ന നിരാശനായ ഒരു മനുഷ്യനാണെങ്കിൽ യേശു പറയുന്നു, ആ ശമരിയ പട്ടണത്തിൽ ചെന്ന് ആ ശമരിയ പട്ടണക്കാരിയെ രക്ഷിച്ചതുപോലെ നിന്നെ രക്ഷിപ്പാൻ ഇന്ന് രാത്രി അവൻ ഈ ഗ്രാമത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ സ്വഭാവം ഏതുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥകൾക്ക് കാരണമായ നിന്റെ ജീവിതത്തെ മുഴുവൻ താറുമാറാക്കിയ, നിന്റെ സ്വഭാവത്തെ മുഴുവൻ തച്ചുടച്ച് കളഞ്ഞ, നിന്റെ പാപത്തെ മുച്ചോടെ മുടിച്ചു കളഞ്ഞ് പാപത്തിന് ഏക പരിഹാരം വരുത്തി തന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകിയെടുത്ത് ഒരു മാണിക്യക്കല്ലാക്കി തീർത്ത് ലോക ചരിത്രത്തിന് മുമ്പിൽ നിന്നെ ഒരു അഭിമാനമാക്കി, തള്ളിക്കളഞ്ഞവർക്ക് മുമ്പിൽ നിന്നെ ഒരു മൂലക്കല്ലാക്കി ഈ ഗ്രാമത്തിന്റെ വെളിച്ചമാക്കി തീർക്കാൻ ഇന്ന് രാത്രി യേശു ക്രിസ്തു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സാഹചര്യം നിന്നെ തെറ്റായ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കാം. ജീവിതത്തിന്റെ നിരാശ നിന്നെ ഇപ്പോഴായിരിക്കുന്ന മദ്യപാനത്തിന്റെ അവസ്ഥയിലേക്ക് നിന്നെ അടിമയാക്കി മാറ്റിയിരിക്കാം. പക്ഷെ സ്നേഹിത, ആ സാഹചര്യത്തെ മാറ്റിയെടുത്ത് നിന്നെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ് യോഹന്നാൻ ഈ 4-ാം അധ്യായത്തിൽ കൂടെ രേഖപ്പെടുത്തുന്നത്. ഞാൻ ആ ഭാഗവും അവിടെ നിർത്തുകയാണ്. യേശുവിനെ സംബന്ധിച്ച് ജാതിയും മതവും ഒന്നുമില്ല. ഈ ആകാശത്തിന് ചുവട്ട് ജീവിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നന്നായി ജീവിക്കാനുള്ള
അവസരം യേശു ക്രിസ്തു നമുക്ക് മുമ്പിൽ സൗജന്യമായി വെച്ച് നീട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ആ പലസ്തീനിലേതായിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, അധ്വാനിക്കുകയും ഭാരചുമക്കളായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം തിരസ്കരിക്കപ്പെട്ടവരായി, സ്നേഹം തിരസ്കരിക്കപ്പെട്ടവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിന്നെ സ്നേഹിപ്പാൻ ഒരുവനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. വായിച്ച വാക്യം അടുത്ത അധ്യായമായിരിക്കുന്ന 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ്? 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത പക്ഷപാതക്കാരനായിരിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയാണ്. തളർവാദ രോഗം പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ബേദേസ്ത, ഈ ബാനറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബേദേസ്ത. വാക്കിനർത്ഥം കൃപയുടെ ഭവനമെന്നാണ്. പക്ഷേ യാതൊരു കരുണയുമില്ലാത്ത, എല്ലാ പ്രതീക്ഷകളും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ 38 വർഷമായി ഈ കൃപയുടെ ഭവനമെന്ന് പറയുന്ന ഈ കൽത്തളത്തിന്റെ നടവരമ്പിൽ എവിടെയോ കിടക്കുകയാണ്. ആ മണ്ഡപത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു കുളമുണ്ട്. യഹൂദ ആചാരവും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യഹൂദ ആലയമായിരിക്കുന്ന യെരൂശലേം ആലയത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട കവാടങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കവാടമാണ് ആട്ടുവാതിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് യാഗം കഴിക്കുവാനുള്ളതായിരിക്കുന്ന ആടുകളെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ ഒരു കവാടം, ആ കവാടത്തിനാണ് ആട്ടുവാതിൽ എന്ന് പറയുന്നത്. അതിലെ ആടുകളെ അല്ലാതെ മറ്റൊന്നിനെയും പ്രവേശിപ്പിക്കുകയില്ല. അതിനെക്കുറിച്ച് നെഹമ്യാവ് എന്ന് പറയുന്നതായ പഴയ നിയമത്തിലെ പുസ്തകത്തിൽ കൃത്യമായിട്ട് ആ വാതിലുകളെ കുറിച്ച്, കവാടങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ഈ പുസ്തകത്തിൽ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന്, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. ഒരുപാട് അർത്ഥങ്ങൾ, ചരിത്രപരമായിരിക്കുന്ന വസ്തുതകളുടെ പിന്നാമ്പുറങ്ങളൊക്കെ നമുക്ക് ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. യെരൂശലേമിലെ പടിവാതിലായ ഒരു പ്രധാനപ്പെട്ട മണ്ഡപമായിരിക്കുന്ന ഈ ആട്ടുവാതിൽക്കൽ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ പ്രത്യേകത അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. വർഷത്തിലൊരിക്കൽ ഒരു ദൂതൻ ഈ കുളമിറങ്ങി കലക്കും പോലും. അത് കലങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇറങ്ങുന്നവർ ആരാണോ അവർക്ക് പിടിക്കപ്പെട്ടിരിക്കുന്ന ഏത് രോഗമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അവർക്ക് അവിടെ വെച്ച് സൗഖ്യവും ഉണ്ടാകുകയാണ്. ആ പ്രതീക്ഷയിൽ എല്ലാ വർഷവും അവിടെ ആളുകൾ ഈ ദൂതനിറങ്ങി കുളം കലക്കുന്ന സമയത്ത് അവിടെ എത്തുമായിരുന്നു. ഈ 38 വർഷത്തെ ജീവിതത്തിന്റെ സാഹചര്യത്തിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ കുളം കലങ്ങുന്ന സമയത്ത് ഇറങ്ങി സൗഖ്യമായി മടക്കി പോകുന്നത് കാണുന്നത് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രമാണ്. പക്ഷേ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഈ കുളത്തിന്റെ കരയിൽ അനേകർ രക്ഷപ്പെട്ടു പോകുന്നത് കാണുവാൻ മാത്രം വിധിക്കപ്പെട്ടവനായി ഈ മനുഷ്യൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഒരു സുപ്രഭാതത്തിലാണ് ശരിയായിരിക്കുന്ന വിമോചകൻ, മനുഷ്യസ്നേഹി, മാനവരുടെ രക്ഷകൻ ശ്രീ യേശു കർത്താവ് ആ കുളത്തിന്റെ കരയിലേക്ക് എത്തുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ, ആ യേശു കർത്താവോടെ എത്തുന്നത്? ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ആ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശു അവിടെ എത്തുകയാണ്. സ്നേഹിത, നിന്റെ ജീവിതവും ഈ മനുഷ്യനുമായിട്ട് തുലനം ചെയ്ത് ചിന്തിച്ചാൽ ഇങ്ങനെയാണുള്ളത്. എത്ര ആളുകളാണ് നിന്റെ കൂടെ പഠിച്ചവരെല്ലാം ഇന്ന് നല്ല ജോലിയിലേക്ക് എത്തി. ഞാനൊരു പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ അപ്പനും അമ്മയും അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ കായിക അധ്യാപകർ അങ്ങനെയാണ് എന്നെ ശീലിപ്പിച്ചത്. ഒരു DYSP പോസ്റ്റിലേക്കെങ്കിലും എത്തണമെന്ന് എൻ്റെ ഹൃദയത്തിൽ അതിയായിരിക്കുന്നൊരു വാഞ്ചയായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ പ്രവർത്തനം, കല, കായികം, ക്ലബ്ബ്, പിന്നെ ദുർസ്വഭാവങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞു പോയി. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതായി ഒട്ടനവധി ആളുകൾ പോലീസ് ഓഫീസേഴ്സാണ്. നല്ല പോസ്റ്റിൽ അവർ ഇപ്പോഴായിരിക്കുന്നു. ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ അവർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് അവരെ പോലെ ഒരു പോലീസ് ഓഫീസർ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ പോലെയുള്ളതായിരിക്കും നൂറുകണക്കിന് പോലീസുകാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്താറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം റാന്നി പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ പാതി സമയത്തെത്തിയ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വന്നു, സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. പ്രഭാഷണത്തിന് ശേഷം ഞാനിത് ഈ കഴിഞ്ഞു പോയ ഡിസംബർ മാസം നടന്ന സംഭവമാണ്. അതിനുശേഷം നടന്നുള്ള എല്ലാ പ്രഭാഷണ വേദിയിലും
ഈ അനുഭവം ഞാൻ പങ്കുവെക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നത്. ഞാൻ പറഞ്ഞു, സാർ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങളുടെ ശബ്ദം ഒത്തിരി കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും പരാതി വന്നതുകൊണ്ടാണോ? അപ്പോൾ ആ പറഞ്ഞു, അല്ല, നിങ്ങളുടെ പ്രസംഗം വളരെ മനോഹരമായിരിക്കുന്നത് കേൾക്കാൻ ഒരു രസം തോന്നി, അങ്ങനെ ഞാനത് കേട്ടു നിൽക്കുകയാണ്. എന്താ പ്രസംഗം നിർത്തിയത്? ഞാൻ പറഞ്ഞു, സാർ നിങ്ങളിങ്ങനെ ഒരു വണ്ടി പോലീസുമായിട്ട് വന്നു നിന്നപ്പോൾ എന്തെങ്കിലും പരാതി കിട്ടി, ശബ്ദകോലാഹലം ഉണ്ടായി എന്നുള്ള ഒരു വിഷയത്തെ പ്രതി അന്വേഷണത്തിന് വന്നതാകാമെന്ന് കരുതിയാണ് ഞാൻ പ്രസംഗം അങ്ങ് പെട്ടെന്ന് നിർത്തിയത്. അല്ലെങ്കിൽ 40 മിനിറ്റെങ്കിലും ഞാൻ പ്രസംഗിക്കുമായിരുന്നു. സാരമില്ല, നിങ്ങൾക്ക് ഇനിയും പ്രസംഗിക്കാമോ? ഞാൻ പറഞ്ഞു, വൈൻഡപ്പ് ചെയ്തു പോയി, ഇനി നമുക്ക് തുടരാനായിട്ട് കഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹവുമായിട്ട് കുശല സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ സ്റ്റാറിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് സഫലമാകാതെ പോയ ഒരു ആഗ്രഹമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോം. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നൊരു കാര്യം, സാർ ഈ ഇട്ടിരിക്കുന്ന യൂണിഫോം നിങ്ങൾക്ക് ധരിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെള്ള വസ്ത്രം തന്നെയാണ് മാന്യം. അതിന് കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ ഇരുന്നതായിരിക്കും ഇടതുവശത്തെ സീറ്റിൻ്റെ അടിയിൽ നിന്നും 3 അടി നീളമുള്ളതായ മൂർച്ചയുള്ള ഒരു വടിവാൾ എന്നെ എടുത്തു കാണിച്ചു. എന്നിട്ട് ആ വടിവാൾ കൊണ്ട് തന്നെ എന്നെ പുറകോട്ട് കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ 10-30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ വിലങ്ങ് ധരിക്കപ്പെട്ടവനായി ആ വാഹനത്തിന്റെ പുറകിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവനവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആ പരാതി ലഭിച്ചപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് വരാൻ പോയ വഴിയാണ് ഇവിടെ എത്തിയത്. നിങ്ങളിങ്ങനെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഈ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സർ, ഈ യൂണിഫോം നിങ്ങൾ ധരിച്ചില്ലെങ്കിലും ഈ വെള്ളയിട്ടുകൊണ്ട് ഈ പ്രവർത്തനം ഇനിയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയണമെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്നതായ ഈ അനുഭവങ്ങൾ അവർ എത്രത്തോളം അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇതുപോലെ നിന്റെ കൂടെ പഠിച്ചവരൊക്കെ ജീവിതത്തിന്റെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടും സ്നേഹിത, മദ്യം നിന്നെ കീഴടക്കി ഈ തളർവാദ രോഗിയെ പോലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവനായി രക്ഷപ്പെട്ടു പോയവരുടെ അവസ്ഥകൾ കണ്ടുകൊണ്ട് ഉള്ളിൽ നെടുവീർപ്പിട്ട് കഴിയുകയാണെങ്കിൽ നിന്റെ സമപ്രായത്തിലും നിന്റെ സഹപാഠിയായിരിക്കുന്ന ആളുകൾക്ക് എത്താൻ പറ്റാത്ത ജീവിത നിലവാരത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പാപം നിന്റെ ശരീരത്തെ ബലഹീനമാക്കി, പാപം നിന്റെ ജീവിതത്തെ നാശകോശമാക്കി, നിന്റെ കുടുംബം മുഴുവൻ ശിഥിലീകരിച്ചു, നിന്റെ മക്കൾ മുഴുവൻ വടിയും വാളും വെല്ലുവിളികളുമായി ഈ തെരുവിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ആർക്കും വേണ്ടാത്തവനായി, എല്ലാം നശിച്ചവനായി നിരാശയുടെ പടുക്കുഴിയിൽ കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് വന്നു നിന്നിട്ട് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യം, അതിത് മാത്രമാണ്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? മാനസാന്തരപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? രക്ഷിക്കപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? പാപം ഉപേക്ഷിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? യേശുവിനെ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ബൈബിളിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ അവസരം നിനക്ക് ഇനി ലഭിച്ചെന്നില്ലെന്ന് വരും. ഈ പ്രസംഗം ഇനി കേൾക്കാൻ നിനക്ക് ഭാഗ്യമില്ലെന്ന് വരും. അതിന് കാരണം എനിക്കും നിനക്ക് പുറകിൽ വാ പിളർത്ത് നിൽക്കുന്ന മറ്റൊരു ഭയാനകരമായിരിക്കുന്ന വസ്തുതയുണ്ട്. അതിന് മരണമെന്നാണ് വിളിക്കുന്നത്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. സ്നേഹിത, നീ മരിക്കും മുമ്പ് നീ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് മറ്റൊന്നുമല്ല, യേശുവിൽ കൂടെയുള്ളതായിരിക്കുന്ന വിമോചനം. അത് ശരീരത്തിന്റെ സൗഖ്യമാണെങ്കിലും, മനസ്സിന്റെ സമാധാനമാണെങ്കിലും, പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിമോചനമാണെങ്കിലും, മരണത്തിനപ്പുറമുള്ള ജീവിതമാണെങ്കിലും, അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. മതം ആ മനുഷ്യനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ശബത്ത് ലംഘനം നടത്തിയെന്ന് പറയുന്നതായ ആരോപണം ഉന്നയിച്ച് ആ മനുഷ്യനെ അടിച്ചമർത്തുവാനായിട്ട് ഒരു കൂട്ടം സമൂഹം എഴുന്നേറ്റ് വന്നു. ശരിയല്ലേ? രക്ഷപ്പെടാൻ ഇവിടെ ഈ സമൂഹം നമ്മളെ അനുവദിക്കുന്നില്ല. രക്ഷപ്പെടണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും രക്ഷപ്പെടാൻ ഈ സമൂഹം നമ്മളെ അനുവദിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഒരു തരത്തിൽ ചേറും ചെളിയും നിറഞ്ഞു കിടക്കുന്നതായ അവസ്ഥയിൽ നിന്നും കാലൊന്നും മാറ്റി ചവിട്ടി ജീവിതത്തിന്റെ ഒരു പുതിയ പുലരിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടെ ചൂടുകൾ വെക്കുമ്പോൾ ആരൊക്കെയോ മറുപുറത്തു നിന്നുകൊണ്ടും ജീവിതത്തെ വല്ലാത്ത അവസ്ഥകളിലേക്ക്, ഇരുട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുകയാണ്. സ്നേഹിത, നീ മറ്റുള്ളവർക്ക് വിധേയപ്പെട്ടു പോയാൽ, മറ്റുള്ളവർ പറയുന്നത് കേട്ടു നിന്നാൽ നഷ്ടപ്പെടുന്നത് താങ്കളുടെ വിലപ്പെട്ട ജീവിതമാണ്. താങ്കളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന എത്രയെത്ര ആളുകൾ താങ്കൾക്ക് ചുറ്റുമുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന ആ പാവം പെൺകുട്ടി,
നീ ജനിപ്പിച്ചതായിരിക്കും നിന്റെ മക്കൾ, നിന്നെ ജനിപ്പിച്ച നിന്റെ മാതാപിതാക്കന്മാർ, അങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ട ആളുകൾ നിന്റെ ജീവിതത്തിന്റെ ഒരു നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദുർസ്വഭാവത്തിൽ നിന്നും, ഈ ദുർമോഹത്തിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ മനസ്സുണ്ടോ എന്ന് ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് സാർ, പക്ഷെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. ആ സാഹചര്യത്തെ, ആ ബലഹീനമായിരിക്കുന്ന പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ പണത്തിന് കഴിയുകയില്ല. ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ മറ്റൊരു അധികാരത്തിന് കഴിയുകയില്ല. നിന്റെ എല്ലാ ബലഹീനതയും അകറ്റിക്കൊണ്ട് നിന്നെ ഒരു ജീവിതത്തിന്റെ ഉറപ്പുള്ള പാറയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഈ രാത്രിയാണ് ഇന്നത്തെ രാത്രി. യേശു അതിനുവേണ്ടി നിന്നെ തൻ്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുകയാണ്. ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? വീട്ടിൽ ചോദിക്കണമെന്ന് നീ പറയരുത്. എൻ്റെ കൂട്ടുകാരെന്നെ അനുവദിക്കുന്നില്ല എന്ന് നീ പറയരുത്. സമൂഹം എന്നെ അനുവദിക്കുന്നില്ല നീ പറയരുത്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം, നിനക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമാണ്. നിനക്ക് മനസ്സുണ്ടോ ഒരു നല്ല ജീവിതമുണ്ടാകാൻ, നഷ്ടപ്പെട്ടു പോയ ജീവിതമുണ്ടാകാൻ, ഡിവോഴ്സ് ആയിരിക്കുന്നതായ ആ കുടുംബജീവിതം അത് പ്രശ്നങ്ങളിലേക്ക് മാറിയിട്ട് നീ ആത്മഹത്യ ചെയ്യാതിരിക്കേണ്ടതിന്? സ്നേഹിത, നിനക്ക് മനസ്സുണ്ടോ? നിന്നെ ഈ രാത്രി യേശുവിനെ നീ അറിയുവാൻ താല്പര്യപ്പെട്ടാൽ ആ മനസ്സിനെ മാനിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റിമർത്തുവാൻ യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. 5-ാം അധ്യായം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് കാണുന്നത്. അവൻ കിടക്കുന്നത് യേശു കണ്ടുവെന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ശരിയാണ്, കാണേണ്ടവർ കാണാൻ കഴിയാതെ മാറിപ്പോകുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ വഴിയരികിൽ കൂടെ താൻ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന് വിളംബരം നടത്തി മുമ്പോട്ട് പോകുന്ന സമയത്താണ് വഴിയരികിൽ കണ്ണു കാണാൻ കഴിയാത്തതായി ഒരു മനുഷ്യൻ ഇരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നാണയത്തുട്ടുകൾ കൊടുക്കും, അത് വാങ്ങി വേണം തൻ്റെ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്താനെന്നുള്ള ആഗ്രഹത്തോടെ പകൽ അന്തിയോളം അദ്ദേഹം വഴിയരികിൽ നിന്ന് ഇങ്ങനെ യാചിക്കും. അങ്ങനെ യാചനയ്ക്ക് വേണ്ടി വന്നതായിരിക്കും ദിവസമാണ് യേശു ക്രിസ്തു ആ വഴി കടന്നു പോകുന്നത് അയാൾ കാണുകയും അയാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അന്ന് അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ഒരു വിലാപം അയാൾ ആർത്തനാദത്തോട് വിളിച്ചു പറയുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവന്റെ നിലവിളിക്ക് മുമ്പിൽ ജനക്കൂട്ടങ്ങൾ അവനെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവനെ ദൈവം കണ്ടിരുന്നത് കൊണ്ട് സ്നേഹനാഥനായിരിക്കുന്ന യേശു ഒരു സമയത്തേക്ക് അവിടെ നിന്നിട്ട് അവനെ അവന്റെ അടുക്കിലേക്ക് മാടി വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് രാത്രി യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഇന്ന് സ്നേഹിത, നിന്റെ ഉള്ള അവസ്ഥ നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല, നിന്റെ ഭർത്താവിന് മനസ്സിലാവില്ല, നിന്റെ അമ്മയപ്പന്മാർക്കും മക്കൾക്കും സ്നേഹിതർക്കും മനസ്സിലാകില്ല. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ള അവസ്ഥ ഇന്ന് രാത്രി യേശു മനസ്സിലാക്കി ചോദിക്കുന്നു, എന്താണ് നിനക്ക് വേണ്ടത്? നീ തുറന്നു പറയാൻ നിനക്ക് കഴിയുമോ? ഇന്ന പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ട് കിടക്കുകയാണ്, എനിക്കൊരു വിമോചനം ആവശ്യമാണ് കർത്താവേ. നീ അങ്ങനെ മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ സ്നേഹവാനായിരിക്കുന്ന യേശു ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന രാത്രിയാണ്. നിന്റെ പ്രശ്നത്തിന്റെ വള്ളിപ്പടർപ്പുകളെ അറുത്തുമാറ്റുന്ന രാത്രിയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ അപഹസിച്ചവരുടെ മുമ്പിൽ നിന്റെ ആനന്ദ നൃത്തം ചെയ്യുന്ന നിലകളിലേക്ക് നിന്റെ കാലുകൾക്ക് ബലം പകരുന്ന ദൈവമാണ്. ഇനി നീ സമൂഹത്തെ തളർന്നു കിടക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നാണം കെട്ട് കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ അപമാനിക്കപ്പെട്ട ദേശത്ത് തന്നെ നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കാൻ ഇന്ന് രാത്രി ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലളിതമായിരിക്കുന്ന സുവിശേഷമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ദൈവമക്കളോട് എനിക്കൊരു ക്ഷമാപണമുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥനാ സഹായത്തിൽ ഞാൻ ഈ സമൂഹത്തിനോടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം അത് നിർത്തിയിട്ട് ദൈവമക്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ കൂടെ വിലപ്പെട്ട ചില വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ കാലുകൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് നിങ്ങൾ അനുധാവനം ചെയ്യുന്ന ഈ വിശ്വാസത്തിന്റെ സംഹിത അത് ശരിയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സമാഗതമായി പോകുകയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഏകനായിട്ട് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഏകയായിട്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, പള്ളി വിട്ടു, പട്ടത്തം വിട്ടു, ആചാര അനുഷ്ഠാനങ്ങൾ വിട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു,
ഈ കറുത്ത പുസ്തകമേന്തി ഞാൻ യേശുവിന്റെ സാക്ഷിയായിട്ട് നിന്നിട്ടും എൻ്റെ കുടുംബത്തിന് അവസ്ഥകൾക്ക് മാറ്റമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട പിതാവേ, മാതാവേ, സ്നേഹിത, നിന്റെ അവസ്ഥക്ക് മാറ്റം വരുന്ന ദിവസമാണ് ഈ 2024. നിന്നെ ലജ്ജിപ്പിക്കാൻ വിളിച്ചവനല്ല, നിന്നെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തിന് മുമ്പിൽ നിന്നെ ഒരു ഉത്തരമായി എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ രോഗങ്ങൾ അതൊരു നാണക്കേടായിട്ട് നിലനിൽക്കുകയാണോ? സാമ്പത്തിക പ്രശ്നങ്ങൾ, തലമുറയുടെ ഭാവി ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുകയാണോ? ഇന്ന് രാത്രി ദൂതനല്ല ഇവിടെ വന്നിട്ടുള്ളത്, സാക്ഷാൽ യേശു അതിന് പരിഹാരം തരാനായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വീടിന്റെ പേര് ബേദയസ്തെന്നാണ് നീ ഇട്ടിട്ടുള്ളത്. പക്ഷേ അതിന്റെ അനുഭവം നിനക്കില്ല എങ്കിൽ അത് കൃപയുടെ ഭവനമായി വെളിപ്പെട്ട് വരത്തക്ക നിലകളിൽ സമൂഹത്തിൽ നിന്ന് മാനിപ്പാൻ യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അതെ, ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ സൗഖ്യമാകുന്നതായിരിക്കുന്ന ആളുകൾ അവിടെ തടിച്ചുകൂടുമായിരുന്നു. ഇന്ന് രാത്രി ദൂതനല്ല സൗഖ്യമാകാനായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളത്, സാക്ഷാൽ ദൈവപുത്രൻ, പാപത്തിന് പരിഹാരം വരുത്തുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യുന്നവൻ, നാണക്കേടുകളെ മാറ്റുന്നവൻ, അതേ ജീവിതത്തിൽ സ്വഭാവത്തിന് രൂപീകരണം തരുന്നവൻ, സ്വർഗത്തിന്റെ കവാടം നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നവൻ. അവൻ ഇന്ന് രാത്രിയിൽ ചിലരോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സ്നേഹിത, ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടാകുന്നുവെങ്കിൽ നീ മടങ്ങിപ്പോകുന്നത് മറ്റൊരു മനുഷ്യനായിട്ടാണ്. ഇന്ന് രാത്രി യേശു കർത്താവ് ആണയിട്ട് ചോദിക്കുന്നു, നിനക്ക് പറ്റുമോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെന്ന് ജീവിതം സമർപ്പിച്ചു കൊടുക്കാൻ? ഈ അവസ്ഥയിൽ നീ മുമ്പോട്ട് പോയാൽ നിന്റെ അവസ്ഥ അവസാനം എന്താകും? രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല. മാറാരോഗം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു മരണത്തിന് കാരണമായി നീ അത് വിലയിരുത്തിയിരിക്കുകയായിരിക്കെങ്കിൽ ഓർക്കുക, മരണം ഒന്നിന്റെയും അവസാനമല്ല കേട്ടോ. ആ മരണം നിന്നെ പിടിപിടിക്കുന്ന മുമ്പ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് പ്രാപിപ്പാൻ ഇന്ന് യേശു താങ്കളെ തന്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുകയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അതെ, 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, 3-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, വീണ്ടും ജനനത്തിന് അനുഭവത്തിലേക്ക് വരിക, മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരിക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, അവന്റെ മകനും മകളുമായി തീരുക. യേശുവിനെ വിശ്വസിപ്പാൻ എനിക്ക് അവകാശമുണ്ടോ? അവസരമുണ്ടോ? ഉണ്ട് സ്നേഹിത. യേശുവിന് മതം ഒരു വിഷയമല്ല. യേശുവിന് ഇപ്പോൾ നീ ചെയ്യുന്നതായ പാപത്തിന്റെ ഘോരമായ ആ തീവ്രത ഒരിക്കലും ഒരു വിഷയമല്ല. അതിനെ മാറ്റിയെടുക്കുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നെഞ്ചോട് ചേർത്ത് നിർപ്പാൻ യേശുവിന് കഴിയും. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തിയ ശമരിയക്കാരി ഇന്ന് ആ പട്ടണത്തിന് ഒരു അനുഗ്രഹമായി തീർന്നു. ആ പട്ടണം ഒരു വെളിച്ചത്തിന് അനുഭവത്തിലേക്ക് വന്നു. അതുപോലെ നിന്റെ സമൂഹത്തിൽ നിനക്ക് ഒരു വെളിച്ചമായി തീരണമോ? അപമാനിച്ചവർക്ക് മുമ്പിൽ മാന്യതയോടെ തലയെടുപ്പോടെ നിൽക്കണമോ? മനസ്സുണ്ടോ ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്വീകരിപ്പാൻ? കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒരു പരിവർത്തനം നടത്തി ആ കുടുംബത്തിന്റെ, ദേശത്തിന്റെ നാണക്കേടുകൾ മാറ്റിയതുപോലെ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിന് മേൽ പരിവർത്തനം നടത്തി നിന്റെ ശൂന്യതകൾ നികത്തുവാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് കരമുയർത്താം. ബാക്കിയുള്ള എല്ലാ ദൈവമക്കൾക്കും കണ്ണുകൾ അടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ എന്നോടാണ് സംസാരിച്ചത്, എൻ്റെ ജീവിതമാണ് ഇവിടെ പ്രസ്താവിച്ചത്. യേശു പൗരാണികനായ ദൈവം, അവനൊരു മിത്തല്ല. മനുഷ്യൻ രക്ഷിപ്പാൻ ഈ ഭൂപരപ്പിൽ അവതരിച്ച സാക്ഷാൽ ദൈവം. ആ ദൈവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ആ യേശു പ്രശ്നത്തിന് പരിഹാരകനാണെന്ന് ഈ രാത്രി ഞാൻ മനസ്സിലാക്കുന്നു. യേശു വിഭാവന ചെയ്ത ദൈവരാജ്യം സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പക്ഷപാതക്കാരനായ ആ മനുഷ്യന് സൗഖ്യം വന്നതുപോലെ സൗഖ്യമാകാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? നിങ്ങളുടെ കരം ഉയർത്താം. ഉയർത്തുന്ന കരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വാസിയായിരിക്കാം, യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ എങ്കിലും ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു നിൽക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം എന്നോട് സംസാരിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും വിശ്വാസ കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന നിങ്ങൾക്കും കരമുയർത്താം. ആ വഴിയരികിൽ ഇരുട്ടിന്റെ മറവിൽ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട്.
നിങ്ങളെ ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ വഹിക്കുകയാണ്. ഞാൻ കൃത്യമായി ജയൻ ബ്രദറിനോട് പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു കരുത്ത് പകരുന്ന രാത്രിയായി തീരും. നിങ്ങളുടെ പണം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ പ്രാർത്ഥന ഈ യോഗം നിമിത്തം വിഫലമായി തീരുകയില്ല. ഈ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ വിടുവിക്കപ്പെടും. ഈ യോഗത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ചില ആളുകൾ നാളുകൾ ദൈവരാജ്യത്തിന്റെ തീപ്പന്തങ്ങളായി തീരും. അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദേശങ്ങളിലേക്ക് ഇനിയും സുവിശേഷത്തിന്റെ ദീപശിഖയുമായി കടന്നു പോകുക. തളരരുത് കൂട്ടു സഹോദരങ്ങൾ, നിങ്ങൾ തളരരുത്. ഈ ദുർഗതി, ഈ പാപത്തിന് അർബുദം ബാധിച്ച ഈ സമൂഹത്തെ രക്ഷിപ്പാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. സുവിശേഷത്തിന്റെ ധീര പോരാളികളെ പടകമായി ഉണർന്നു പാടി യേശുവിന് വേണ്ടി ധീര സാക്ഷികളായി തീരാം. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം വിമോചനത്തിന്റെ മാർഗമാണ്. സുവിശേഷം മരണത്തിന് പരിഹാരമാണ്. സുവിശേഷം പാപത്തിന് പരിഹാരമാണ്. സുവിശേഷത്തിന്റെ അനുധാവനം ചെയ്യുന്ന വിശ്വാസ സമൂഹമേ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കരമടിച്ച് പാടി സുവിശേഷത്തെ നമുക്ക് രാത്രിയിൽ ഉദ്ഘോഷിക്കാം. സഹോദരങ്ങൾ പാട്ട് പാടുന്ന നിമിഷം ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഭൂതങ്ങൾ അലറിയോടണം, രോഗികൾ സൗഖ്യമാകണം, ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുന്ന ആളുകൾ ജനിക്കപ്പെടണം. പ്രാർത്ഥിക്കാം. ജനം ആരാധിച്ചാട്ടെ, വിശ്വാസികൾ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില പക്ഷപാത രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ചില വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ശമരിയാക്കാരിയെ പോലെ ദുർമാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ രക്ഷപ്പെടട്ടെ. നിക്കോദിമോസിനെ പോലെ ചില മതപ്രമാണികൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ചേർന്ന് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കാം. രാജ്യം ഒരു ഗീതം വേഗം വരുന്നല്ലോ, പ്രിയതൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യം ഒരു ഗീതം വേഗം വരുന്നല്ലോ, പ്രിയതൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിയിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിയിടാം. ആനന്ദഗാനം പാടും വിശുദ്ധനായി ചേർന്നു വരും. രാത്രി ചില ഭൂതങ്ങൾ വിട്ടുപോകും. ആനന്ദഗാനം പാടും വിശുദ്ധനായി ചേർന്നു വരുന്നല്ലോ. രാത്രി വേഗം വരുന്നല്ലോ, പ്രിയൻ മണിനാഥം നിത്യതയ്ക്ക് വേണ്ടി ചില ആളുകൾ തിരഞ്ഞെടുക്കുന്നല്ലോ. കുടുംബം തകർന്നവർ, ദൂരെ കേൾക്കുന്നല്ലോ. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാം. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാം. കാന്തൻ വന്നിടും കാന്തൻ വന്നിടും കണ്ണൂരിൽ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാം. രാജ്യമൊരു ഗീതം വേഗം വരുന്നല്ലോ, പ്രിയതൻ മണിനാദം ചില യൗവനക്കാർ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരാണ്. സുദിനം കാത്തു നിൽക്കുന്നേരാ, ആനല്ല സുദിനം കാത്തു നിൽക്കുന്നേരാ, വേഗം വരേണമേ കാണാം. ഓ ഓ ഓ
രാജ്യമൊരു ഇതം വേഗം വരുന്നല്ലോ പ്രിയതൻ മണിനാഥം ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ രാജ്യമൊരു ഇതം വേഗം വരുന്നല്ലോ പ്രിയതൻ മണിനാഥം ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ ഉണരുക ഉണരുക ദൈവജനമേ ഇടയിലെ ദുരിതങ്ങൾ തീരാറാ ഉണരുക ഉണരുക ദൈവജനമേ ഇടയിലെ ദുരിതങ്ങൾ തീരാറാ കണ്ടം വന്നിടും കണ്ണുനീർ തുടയ്ക്കും കുറ്റങ്ങളെല്ലാം തീരാറാ കണ്ടം വന്നിടും കണ്ണുനീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാ രാജ്യമൊരു ഇതം വേഗം വരുന്നല്ലോ പ്രിയതൻ മണിനാഥം ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ ആയിരം ആയിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ ആയിരം ആയിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ ആനന്ദ സുദിനം കാത്തു നിൽക്കുന്നയാൾ വേഗം വരേണമേ ആനന്ദ സുദിനം കാത്തു നിൽക്കുന്നയാൾ വേഗം വരേണമേ രാജ്യമൊരു ഇതം വേഗം വരുന്നല്ലോ പ്രിയതൻ മണിനാഥം ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ ഓ രാജ്യമൊരു ഇതം വേഗം വരുന്നല്ലോ പ്രിയതൻ മണിനാഥം ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം ഏറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരങ്ങൾ മഷിഹായോട് വാഴുമനാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരങ്ങൾ മഷിഹായോട് വാഴുമനാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം പാപ പരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപ പരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം ഓ പാപവത്ര ജീവിതത്തെ മാതൃകയെ കാട്ടി പാപവത്ര ജീവിതത്തെ മാതൃകയെ കാട്ടി തന്ന ഓ എല്ലാ നാമത്തിനും ഏതായ നാമം കർത്തജനം വാഴ്ത്തും നാമം ഓ എല്ലാ നാമത്തിനും ഏതായ നാമം കർത്തജനം വാഴ്ത്തും നാമം ആമേൻ എല്ലാ മുഴങ്കാലുകളും മടങ്ങിടും തിരുമുത്തിൽ നല്ല ബത്വമുള്ള നാമം ആമേൻ എല്ലാ മുഴങ്കാലുകളും മടങ്ങിടും തിരുമുത്തിൽ നല്ല ബത്വമുള്ള നാമം ആമേൻ ശ്രീ യേശുനാമം അതിശയനാമം ഏഴേലിക്കുമ്പ നാമം ശ്രീ യേശുനാമം അതിശയനാമം ഏഴേലിക്കുമ്പ നാമം ആമേൻ ശ്രീ യേശുനാമം അതിശയനാമം ഏഴേലിക്കുമ്പ നാമം ശ്രീ
യേശുനാമം അതിശയനാമം, ഏറിയിരിക്കുന്ന നാമം. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഇന്ന് രാത്രിയിൽ ആ തീരുമാനമെടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. പ്രിയ കർത്താവേ, ഈ സുവിശേഷ യോഗം ഒരു ചരിത്രമാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി. അടുത്ത വർഷവും ഈ യോഗം ഇവിടെ നടത്തുമ്പോൾ ഇന്നത്തെ യോഗ നിമിത്തം ചിലർ വിടുവിക്കപ്പെട്ടതിന് നേർസാക്ഷ്യം കേൾക്കുവാൻ നീ ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദി. കുടുംബം തകർന്നവർ, രോഗികളായവർ, മദ്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നവർ, കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുറ്റബോധത്തിന് തടവറയിൽ കിടക്കുന്നവർ, ഇന്ന് രാത്രി ചിലർ അവരെല്ലാം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാം യേശുവിന്റെ മക്കളായി തീരുവാൻ ഞാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം, സൗഖ്യം അവരുടെ മേൽ പകരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരമുയർത്തിയ വിശ്വാസ കൂട്ടങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ, മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ നീ അവരെ ഉപയോഗിക്കണം. ആത്മീയ ആരാധനയുടെ അനുഭവങ്ങൾ ഈ ദേശത്ത് ഉയർന്നു കേൾക്കുവാൻ സഭകളെ നീ അവിടെ നിറയ്ക്കണം. ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവവൃത്തന്മാരെ പ്രത്യേക അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കും. അവിടുന്ന് അങ്ങനെ ചെയ്യും. യേശു മിശിഹയുടെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. നമ്മുടെ തലകളെ വണക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബദേൽ പവർ ഫസ്റ്റിൻ്റെ 3-ാമത്തെ രാത്രിയിൽ കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മുൻപിൽ ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 1-ാമത്തെ ദിവസം കർത്താവേ, മനോഹരമായി ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ദേശത്ത് കേൾപ്പിക്കുവാൻ അങ്ങയുടെ അഭിഷക്തനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. 2-ാം ദിവസത്തിലും അങ്ങയുടെ അഭിഷക്ത ദാസിയെ ദേശത്തോട് സംസാരിക്കുവാൻ, മടങ്ങി വരവ് അവയെ കുറിച്ച് അറിയിക്കുവാൻ, മാനസാന്തരത്തെ കുറിച്ച് അറിയിക്കുവാൻ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങളുടെ ബദേൽ പവർ ഫസ്റ്റിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന അങ്ങയുടെ മകൻ കർത്താവ്, അങ്ങയുടെ സാക്ഷ്യവും ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട ദൈവദാസനിലൂടെ കേൾക്കപ്പെട്ട വചനവും ഈ ദേശത്തിന് ഒരു വലിയ അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന ഞങ്ങളുടെ അഭിഷക്തന്മാർ, അവരുടെ കൂടെ വന്ന വിശ്വാസി മക്കൾ കർത്താവ്, എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഈ ശബ്ദം കേട്ട മുഴുവൻ വ്യക്തികളെയും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ ഈ ശബ്ദം ശ്രവിച്ച മുഴുവൻ പേരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി കർത്താവേ, ഈ ദേശത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവരുടെയും പേര് സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ, ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിക്ക് കർത്താവെ ചുക്കാൻ പിടിക്കുന്ന ആ കുടുംബത്തെയും തലമുറകളെയും കൂടെ നിൽക്കുന്ന കർത്താവെ, നിന്റെ ജനത്തെയും അഭിഷക്തന്മാരെയും നന്നായി ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ അഭിഷക്ത സഹോദരന്മാരെയും സഹോദരിമാരെയും ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് സംസാരിച്ച സജു തോണിക്കുഴിക്കായി സ്തോത്രം. ദാസന്റെ മടക്കയാത്രയോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രോഗ്രാം ലൈവായി രാജ്യങ്ങൾക്കകത്തെത്തിക്കുന്ന അനേകരുടെ കയ്യിലെത്തിക്കുന്ന വീഡിയോ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ദാസന്മാർക്കായി സ്തോത്രം. നല്ല ലൈറ്റിനായി ക്രമീകരിക്കപ്പെട്ട സൗണ്ടിനായി സ്തോത്രം. ഇവിടെ നടത്തിയ എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. ബദേൽ പവർ ഫസ്റ്റിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദേശത്ത് പലരും ഞങ്ങളെ ഇരുകരം നീട്ടി സ്വീകരിച്ച് അവർക്കെല്ലാം നന്മയും ചെയ്തു കൊടുത്ത ആ കുടുംബങ്ങൾക്കൊരു പുത്തൻ അനുഗ്രഹം, ഒരു പുത്തൻ നന്മ സ്വർഗം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്തു വന്ന അനേക ദൈവദാസിമാർ, കുഞ്ഞുങ്ങളുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇവിടെ കർത്താവ് ഒരു ചെയറെങ്കിലും എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കർത്താവെ കൊണ്ടുകൊടുത്ത് അവർക്ക് ഉയരത്തിലെ പ്രതിഫലം കൊടുത്ത് സ്വർഗം അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടിയവർ, അധ്വാനിച്ചവർ, കൂടെ നിന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ മാനിച്ചതിനായി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ആമേൻ. പാസ്റ്റർ സജി വർഗീസ് അവരുടെ ആശീർവാദം പറയും. പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം കൂട്ടായ്മ നാം ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ബഥേൽ മിനിസ്ട്രിയിലെ പ്രവർത്തകരോടും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്ത വൃന്ദങ്ങളോടും ദൈവജനത്തോടും ഭൂലോകം മുമ്പഴമുള്ള വിശുദ്ധ വൃന്ദങ്ങളോടും സദാ ഇരുന്ന് ആശ്വസിപ്പിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകാം.